നിങ്ങളിൻ്റെ മുഖത്തേക്ക് കുറേ നേരം ഇങ്ങനെ നോക്കിയാൽ പല്ല് ഒന്ന് ചെരിഞ്ഞതാണ് എന്ന് മനസ്സിലാവും. നോക്കുമ്പോൾ ഭംഗി കുറയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയാൽ നോക്കുന്നതിനനുസരിച്ച് ഭംഗി കൂടുകയാണ് ചെയ്യുക. അവ ഭംഗിയിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ഭംഗിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 3 എണ്ണാണ്. അത് 3 നബി തങ്ങൾക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തേത് സംസാര ഭംഗിയാണ്. മനോഹരമായ സംസാരമായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. വളരെ ആകർഷണീയമായ സംസാരം, ആര് കേട്ടാലും മനസ്സിലാകുന്ന സംസാരം. കാന കലാമൻ ഫസ്ലൻ യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉഹു. അതാണ് നബി തങ്ങളുടെ സംസാരത്തിന്റെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. കാന കലാമൻ ഫസ്ലൻ, വിട്ടുപിരിഞ്ഞ സംസാരമായിരുന്നു. യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉഹു, കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള വിട്ടുപിരിഞ്ഞ സംസാരമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. നമ്മൾ സംസാരം എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല. കുട്ടികൾ ആണ് സദസ്സിലെങ്കിൽ കുട്ടികൾ മാത്രം ഇരിക്കണം. ഓലോട് പറഞ്ഞത് വയസ്സന്മാർക്ക് മനസ്സിലാവില്ല. വയസ്സന്മാരോടാണ് വർത്താനെങ്കിൽ സദസ്സിൽ മൊത്തം വയസ്സന്മാരായിരിക്കണം. കുട്ടികളോട് പറഞ്ഞത് അവർക്ക് മനസ്സിലാവില്ല. നമ്മൾ രക്ഷിതാക്കളെ മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ പറയലുണ്ട്, രക്ഷിതാക്കളെ മീറ്റിങ്ങിൽ രക്ഷിതാക്കളെ ഉണ്ടാകാൻ പറ്റുള്ളൂ, കുട്ടികൾ ഉണ്ടാകാൻ പറ്റില്ല എന്ന്. കാരണം രക്ഷിതാക്കളോട് പറയുന്ന പല വർത്താനവും കുട്ടികൾ കേൾക്കാൻ പറ്റാത്തതേക്കാരം. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിന് ആ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആകർഷണീയവും മനോഹരവും വ്യക്തവുമൊക്കെയായ സംസാരത്തിൻ്റെ ഉടമയായിരുന്നു. ഭംഗിയിൽ ഒന്നാമത്തേത് സംസാര ഭംഗിയാണ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഭംഗി എന്ന് പറഞ്ഞത് സംസ്കാര ഭംഗിയാണ്. അതും നബി തങ്ങൾക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സംസ്കാരം എന്ന് പറഞ്ഞാൽ നടത്തം, ഇരുത്തം, പെരുമാറ്റം, വസ്ത്രധാരണം, ഇതൊക്കെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഒരാളെ തുണിയും കുപ്പായും കണ്ടറിയാം അയാളെ ഏതാ കോലെന്ന്. അപ്പോൾ വസ്ത്രധാരണം സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, നടത്തം സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ഇരുത്തം സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, വാഹനത്തിൽ സഞ്ചരിക്കുന്നത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് ഉച്ച സമയത്ത് ചെന്നു. തിരിച്ചു പോരുമ്പോൾ വലിയ വെയിലാണ്. അപ്പം ആ സഹാബി പറഞ്ഞു, നിങ്ങൾ എൻ്റെ കുതിരനെ കൊണ്ടുപോയിക്കോളി, എൻ്റെ മോന് കുതിരൻ്റെ ബാക്കിൽ നിങ്ങളപ്പം ഇരുന്ന് പോന്നോളും, പള്ളിക്കെത്തിയാൽ പെരയിലെത്തിയാൽ കുതിരനെ ഓങ്ങോട്ട് കൊടുന്നോളും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ പോരുകയാണെങ്കിൽ മോന് കുതിരൻ്റെ മുന്നിൽ ഞാൻ ബാക്കിലും കയറണം എന്ന് പറഞ്ഞു. അതിൽ പെരക്കാരൻ പറഞ്ഞു, നിങ്ങളെ മുന്നിൽ കയറാൻ പറ്റിയൊരു മകനൊന്നും എനിക്കില്ല. അതിനത്രയും വലിയൊരു മകനൊന്നും എനിക്കില്ല, അവൻ ബാക്കിൽ ഇരിക്കും എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു, വാഹനത്തിൻ്റെ ഉടമ മുമ്പിലാണ് ഇരിക്കേണ്ടത്, അതിന് പറ്റൂലെങ്കിൽ എൻ്റെ ഒപ്പം പോരാൻ പറ്റൂല, കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് വണ്ടി കൊടുന്നോട്ടെ എന്ന് പറഞ്ഞു. ഒപ്പം പോരാൻ പറ്റൂല. അങ്ങനെ തീരുമാനിച്ചു, പോയില്ല. നബി തങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്തു പോയി. കുറെ കഴിഞ്ഞിട്ട് മോനെ പറഞ്ഞയച്ചിട്ട് വാഹനം പിന്നീട് കൊണ്ടുവന്നു. അപ്പോൾ ഒരാളുടെ യാത്ര അയാളുടെ സംസ്കാരത്തിൻ്റെ മേലറിയിക്കും. നടത്തവും ഇരുത്തൊക്കെ. ഒരു പെരയെ ചെന്നാല് ആ പെരയത്തെ സോഫ കൊട്ടിങ്ങാണ്ടിരിക്കാൻ പാടില്ല എന്നാണ്. അത് വീട്ടുകാരെ ഇൻസൾട്ട് ചെയ്യലാണ്. കാരണം ഒരു വൃത്തിയാക്കിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. തൽക്കാലം പൊടി ഉണ്ടെങ്കിൽ അതിൽ ഇരിക്കണം, പോയിട്ട് തുണിങ്കുപ്പായം തിരുമ്പണം. ഒരാളുടെ ഇരുത്തം കണ്ടാൽ അയാളുടെ സംസ്കാരത്തെക്കുറിച്ചറിയാം. ഒരു ഓഫീസിൽ ചെന്നാൽ വർത്താനം പറയുമ്പോൾ മേശമ കയ്യുത്തി വർത്താനം പറയാൻ പാടില്ല എന്നാണ്. അതൊരു മോശം സംസ്കാരമാണ്. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണമെന്നാണ്, പിന്നെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല എന്നാണ്. ഇതൊക്കെ പെരുമാറ്റങ്ങളാണ്, സംസ്കാരമാണ്. ഇതൊരു മനുഷ്യന്റെ ഭംഗിയാകുന്നു. അപ്പോൾ ഭംഗിയിൽ രണ്ടാമത്തേത് സംസ്കാര ഭംഗിയാകുന്നു.
അതൊരാളുടെ നടത്തം, ഇരുത്തം, പെരുമാറ്റം, കിടത്തം, വസ്ത്രധാരണം, അവൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇതെല്ലാം നോക്കിയാൽ മനസ്സിലാകും ഇയാളുടെ സംസ്കാരം എന്താണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറുന്നത് വരെ നോക്കിയാൽ മനസ്സിലാവുന്ന, തട്ടുകടയിൽ മാത്രമേ കയറുള്ളൂ വെച്ചാൽ ആളൊരു തട്ടാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോണ ഹോട്ടൽ വരെ ഒരാളുടെ സംസ്കാരത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് രണ്ടാമത്തെ ഭംഗി എന്ന് പറഞ്ഞത്. അതിനെയാണ് സംസ്കാര ഭംഗി എന്ന് പറഞ്ഞത്. അതിൽ നബിതങ്ങൾ ഒന്നാമനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് സ്വഭാവ ഭംഗിയാണ്. അതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാം നമ്പറാണ്. അങ്ങനത്തെ ഒരു സ്വഭാവം മറ്റൊരാളിൽ കാണുക സാധ്യമല്ല. അതിനെന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. 10 കൊല്ലം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിച്ചു കൂട്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണടാ അനസേ നീ അത് ചെയ്തത് എന്നോ, ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നീ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് സ്വഭാവ ഭംഗി എന്ന് പറയുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദേഷ്യപ്പെടുന്ന ആളായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകൊണ്ട് അടിമയെ പോലും അടിച്ചിട്ടില്ല, മൃഗങ്ങളെ അടിച്ചിട്ടില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളുമായും മോശപ്പെട്ട ഇടപാട് നടത്തിയിട്ടില്ല. 63 കൊല്ലത്തെ സംസാരത്തിനിടയിൽ ഒരിക്കൽ പോലും തിരിച്ചെടുക്കേണ്ട ഒരു വാക്ക് അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല എന്നതാണ് സംസാരത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും പ്രത്യേകത. അതുകൊണ്ട് ഭംഗിക്ക് വേണ്ടി ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ നബിതങ്ങളെ തന്നെയാണ് സ്നേഹിക്കാനുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത് കമാലിയത്താണ്, സമ്പൂർണത. സമ്പൂർണമായതിനെ ആരും ഇഷ്ടപ്പെടും. നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങുകയാണെങ്കിൽ 5 സ്റ്റാറിനായിക്കോട്ടെ, അതിനോട് വലിയൊരു താല്പര്യം തോന്നും. പൈസ ഇല്ലെങ്കിൽ നമ്മൾ 3 സ്റ്റാർ വാങ്ങുമ്പോഴും 5 സ്റ്റാറിനോടൊരു താല്പര്യം ഉണ്ടാവും. സമ്പൂർണതയെ ആരും ഇഷ്ടപ്പെടും. ഒരാൾ വേറൊരാളെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം കമാലിയത്താണ്, സമ്പൂർണതയാണ്. അതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമനാണ്. നമ്മളെ എങ്ങനെ പരിശോധിച്ച് നോക്കിയാലും എന്തെങ്കിലും ഒരു കുറവുണ്ടാവുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ കണ്ണിൻ്റെ വെളുപ്പെങ്കിലും കുറച്ച് കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഉള്ളത്തെ കൺമണിയുടെ കറുപ്പെങ്കിലും ലേശം കുറവുണ്ടാവും എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കുറവുണ്ടാവും. ഒരു കുറവുമില്ലാത്ത ഒരു മനുഷ്യനേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് കമാലിയത്ത്, കാമിലായ മനുഷ്യൻ. അൽ ഇൻസാനുൽ കാമിൽ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഹദീസിൽ രേഖയുണ്ട്. നടത്തം എങ്ങനെയാണ്, ഇരുത്തം എങ്ങനെയാണ്, കിടത്തം എങ്ങനെയാണ്, സംസാരം എങ്ങനെയായിരുന്നു, പെരുമാറ്റം എങ്ങനെയാണ്, ഭക്ഷണ രീതി എങ്ങനെയാണ്, എല്ലാം രേഖയുണ്ട്. ഒരു കുറവും കാണാൻ പറ്റൂല. ഒരു മനുഷ്യന്റെ ഒറിജിനൽ കളർ എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് നബിതങ്ങളുടെ കളറാണ് എന്ന് പറയേണ്ടി വരും. വെളുപ്പ് കലർന്ന, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം. കുട്ടികളുടെ ചൂണ്ടുവിരലിന്റെ നഖത്തിന്റെ കളറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന്റെ കളർ. അപ്പോ ഒരു മനുഷ്യന്റെ ഒറിജിനൽ കളർ അതാണ്. ഒരു മനുഷ്യന്റെ കയ്യിന് എത്ര നീളം വേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നബിതങ്ങളുടെ കയ്യിന് എത്രയാണ് നീളം, അതാണ് മനുഷ്യന്റെ കയ്യിന്റെ നീളം. ബാക്കി ആരെ കൈ ടാപ്പ് പിടിച്ചാലും ഒന്നുകിൽ ഏറെ ഇക്കാരം അല്ലെങ്കിൽ കുറവ് ഇക്കാരം. സമ്പൂർണനാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും ഒന്ന് കുറവുണ്ട് എന്ന് പറയാനില്ല. ഏത് സദസ്സിൽ സംസാരിച്ചാലും ആരെ കേൾപ്പിക്കാൻ വേണ്ടിയാണോ ഒരു വാക്ക് പറഞ്ഞത് അയാളത് കേട്ടിരിക്കുമെന്നതാണ് മുത്തുനബിയുടെ സംസാരത്തിന്റെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയൊരു സദസ്സിൽ സംസാരിക്കാൻ ഒരാൾ കേൾക്കണമെന്ന് കരുതിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അയാൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും, അയാൾക്കത് മനസ്സിലായിട്ടും ഉണ്ടാവും. അതാണ് ആ സംസാരത്തിന്റെ പ്രത്യേകത. ഇങ്ങനെ ഏത് നിലയിൽ പരിശോധിച്ചാലും സമ്പൂർണനായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ജമാലിയത്തിന്റെ മേലിൽ സ്നേഹിക്കുകയാണെങ്കിൽ നബി തങ്ങളെയാണ് സ്നേഹിക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കമാലിയത്തിന്റെ പേരിൽ സ്നേഹിക്കുകയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് സ്നേഹിക്കേണ്ടത്.
ഖറാബത്ത് എന്ന കുടുംബ ബന്ധത്തിന്റെ മേലിൽ സ്നേഹിക്കുകയാണെങ്കിലും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും സ്നേഹിക്കേണ്ടത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങളോട് അവരുടെ ശരീരത്തേക്കാൾ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് സ്നേഹിക്കുന്ന ഈ സ്നേഹത്തെ അഖ്ലിയായ സ്നേഹം എന്നാണ് പറയാ, ബുദ്ധിപരമായ സ്നേഹം. ആലോചിച്ചപ്പോൾ സ്നേഹിക്കല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് സ്നേഹിക്കാൻ തീരുമാനിക്കുന്നതിനാണ് അഖ്ലിയായ സ്നേഹം എന്ന് പറയുന്നത്. പക്ഷെ നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഖ്ലിയായി സ്നേഹിച്ചാൽ പോരാ, ത്വബഈയായി സ്നേഹിക്കണം. സ്നേഹം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അഖ്ലിയായ സ്നേഹവും ഒന്ന് ത്വബഈയായ സ്നേഹവും. അഖ്ലിയായ സ്നേഹം എന്ന് പറഞ്ഞാൽ ആലോചിച്ചപ്പോൾ അങ്ങനെയാണ് വേണ്ടതെന്ന് മനസ്സിലായി, എന്നാ പിന്നെ സ്നേഹിക്കന്നെ എന്ന് തീരുമാനിക്കുന്നതിനാണ് അഖ്ലിയായ സ്നേഹം എന്ന് പറഞ്ഞത്. ത്വബഈയായ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കണ്ടെന്ന് വെച്ചാലും അവിടെ പറ്റണില്ല, സ്നേഹിച്ചു പോകന്നെ. ഇതാണ് ത്വബഈയായ സ്നേഹം. നബിതങ്ങളെ രണ്ടാമത്തെ സ്നേഹമാണ് വേണ്ടത്, ആദ്യത്തതല്ല. സ്നേഹിക്കണ്ടെന്ന് വിചാരിച്ചിട്ടും പറ്റണില്ല, എന്താ കാട്ടുക, അങ്ങനെ വേണം. അതിനെയാണ് ത്വബഈയായ സ്നേഹം എന്ന് പറഞ്ഞത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടാവേണ്ടത് ത്വബഈയായ സ്നേഹമാണ്. അതുള്ളവരൊക്കെ വിജയിച്ചു. നമ്മളെ നാട്ടുകാരൻ വെളിയങ്കോടുത്ത ഉമർ ഖാദി എന്ന് പറഞ്ഞ ആള് റൗള ഷരീഫിന്റെ അടുത്ത് എന്നിട്ടൊരു ബെയ്ത്ത് ചൊല്ലി, യാക്രമ ബെയ്ത്ത്. ബെയ്ത്ത് ചൊല്ലിയപ്പോ റൗള ഷരീഫ് തുറന്നു, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു, സലാം പറഞ്ഞു. ചരിത്രത്തിൽ രേഖയാണ്. ആ യാക്രമ ബെയ്ത്ത് സബീനന്റെ വക്കത്തുണ്ട്, പോലാത്തത് മൊബൈലിലെ ആപ്ലിക്കേഷനിലും ഉണ്ട്. ഉംറയ്ക്ക് ചെന്നിട്ട് സിയാറത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നാണ്ട് 100 വട്ടം ചെല്ലിയാലും തുറക്കൂല. എന്താ യാക്രമ തെറ്റിയതാ? അല്ല, യാക്രമ അതന്നെയാണ് സബീനയിലുള്ളത്. മൂപ്പര് ചെല്ലിയ അതേ ബൈത്ത് തന്നെയാണുള്ളത്. എന്താ കാര്യം? ഇത് ചെല്ലിയിട്ടാണ് ഉമർ ഖാദിക്ക് തുറങ്ങുന്നത്. അപ്പൊ തുറന്ന കിട്ടുമോ നോക്കുക എന്നാ നോക്കുകയാണ് ശരിക്കും അതിന്റെ ബാക്കിലുള്ളത്. ഇത് ആക്ച്വലിയാണ്, ബുദ്ധിപരമാണ്. നമ്മളെ തല നമുക്ക് പറഞ്ഞു തന്നതാണ്. ഇത് ചെല്ലിയപ്പോ ഉമർ ഖാദിക്ക് തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ചെല്ലിയോക്കടാ. ഉമർ ഖാദിക്ക് അങ്ങനെ തല പറഞ്ഞു കൊടുത്തതല്ല എന്നുള്ളതാണ് തുറന്നതിന്റെ കാരണം. ത്വബഈയാണ്. സ്നേഹിക്കണ്ടെന്ന് വിചാരിച്ചാലും അങ്ങോട്ട് സ്നേഹിക്കും. അതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആവണം. അപ്പൊ അതൊരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാകരുത്, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാകരുത്. പക്ഷേ സ്നേഹത്തിന് ഘട്ടങ്ങളാണ്. അത് ഘട്ടമായിട്ട് കയറി പോവുകയാണ് ചെയ്യുക. അതിലെ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് അറിയാത്തൊരു സാധനത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ഒന്നാമത് സംഗതി അതാണ്. ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും പോത്താമ്പിന് ഇഷ്ടല്ലേ എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും പോത്താമ്പിന് ഇഷ്ടമല്ലോ അല്ലേ? ഇഷ്ടാണോ അല്ലേന്ന് ഒന്ന് പറഞ്ഞു നോക്കാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും അതെന്താ സാധനം എന്ന് ചോദിക്കും അല്ലേ? അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെന്തുക്കാരന് ഇഷ്ടല്ലേ എന്ന് ചോദിച്ചു വിചാരിച്ചു. അപ്പൊ നിങ്ങളോട് ചോദിക്കും അതെന്താ സാധനം എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അറിയാത്തതിന് സ്നേഹിക്കാൻ കഴിയില്ല. അറിയാത്തൊരു സാധനത്തെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. അപ്പൊ സ്നേഹത്തിന്റെ ഒന്നാമത്തെ സ്റ്റേജ് അറിയുക എന്നതാണ്. അറിയണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അറിയാത്തൊരു സാധനത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അപ്പൊ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം നബി തങ്ങളെ അറിയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അറിവാണോ സ്നേഹം? അല്ല, സ്നേഹം വേറെ തന്നെയാണ്. സ്നേഹം ഉണ്ടാവണമെങ്കിൽ അറിയാതെ കഴിയൂല എന്നുള്ളതുകൊണ്ട് അറിയണം. ഒരാൾക്ക് ഒരറിവുകൊണ്ടില്ലാതെ സ്നേഹം വന്നാലോ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പവും അതിനെ സംബന്ധിച്ചില്ല. പക്ഷെ സ്നേഹത്തിലേക്ക് പോകണമെങ്കിൽ അറിയാതെ സാധിക്കൂല എന്നുള്ളതുകൊണ്ട് ഒന്നാമത്തെ ഭാഗം അറിയുക എന്നതാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണം. അറിവുണ്ടെങ്കിൽ രണ്ടാമതായി ചങ്ങാത്തമുണ്ടാവും. ആദ്യം ഹുല്ലത്ത് എന്ന് പറയുന്ന ഒരു ചങ്ങാത്തമാണ്. പെട്ടെന്ന് സ്നേഹിക്കാൻ കഴിയില്ല, ഒരു ചങ്ങാത്തമാണ് ആദ്യം ഉണ്ടാവുക.
പിന്നീട് അതങ്ങനെ വളർന്നു വന്നിട്ടാണ് സ്നേഹം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. പിന്നീട് പിരിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. ബിലാൽ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് യാത്ര പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ശരിക്ക് സ്നേഹത്തിൻ്റെ ഒരു അമലില്ല എന്നാണ്. സ്നേഹിച്ചാൽ ഇന്നതാ ചെയ്യാന്ന് അങ്ങനെ ഇല്ല. ഇവിടെ ഒരു വിരോധാഭാസം എന്താ വെച്ചാൽ സ്നേഹമുള്ള ആൾക്ക് സ്നേഹമില്ലാത്ത ആള് പറഞ്ഞു കൊടുക്കുകയാണ് സ്നേഹം ഉണ്ടായാലും ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. അങ്ങനെ പറഞ്ഞു കൊളായി. എങ്ങനെ കൊളായി? ചില ആൾക്കാർ പറഞ്ഞു സ്നേഹം ഉണ്ടെങ്കിൽ സുന്നത്തായ അമലുകൾ അധികരിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ്. ഞാൻ പറഞ്ഞത് സുന്നത്തായ അമൽ അധികരിപ്പിക്കണം, അത് വേണ്ടത് തന്നെയാണ്. സ്നേഹമുണ്ടായാൽ വേണ്ടത് സുന്നത്തിനെ ഇഷ്ടപ്പെടുകയാണ് വേണ്ടത്. ചെയ്യലും ചെയ്യാതിരിക്കലും വേറൊരു കാര്യമാണ്. ചില സുന്നത്ത് ചില ആൾക്ക് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല, പക്ഷെ അതിനോട് ഇഷ്ടമുണ്ടോ ഇല്ലേ, അതാണ് പ്രധാനം. ഹദീസിൽ പറഞ്ഞിട്ടുള്ളതും അങ്ങനെയാണ്. ആർക്കെങ്കിലും എന്നോട് മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി എന്നാണ്. എൻ്റെ സുന്നത്തിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്നാണ്. സുന്നത്ത് ചെയ്യണം, വേണ്ട തന്നെ. ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, സുന്നത്തിനോട് ഇഷ്ടമുണ്ടാവലാണ് ഒന്നാമത്തെ ഭാഗം. ചെയ്യാൻ ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റൂല. ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒക്കെ. പക്ഷെ ആ സുന്നത്തിനോട് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മൻ അഹബ്ബ സുന്നത്തി, എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, തീർച്ചയായും അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്നാമത്തെ ഭാഗം സുന്നത്തിനെ ഇഷ്ടപ്പെടുക എന്നതാണ്. ഇഷ്ടപ്പെട്ട പല വഴിയുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യാൻ പറ്റണമൊക്കെ ഉണ്ടാവും ചില സുന്നത്തുകൾ. ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്യാൻ പറ്റുന്ന സുന്നത്തുകളൊക്കെ ഉണ്ടാവും. ഒരു പ്രാവശ്യം മാത്രമേ ഓന് കഴിഞ്ഞതുള്ളൂ, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്യാൻ കഴിയാത്തതും ഉണ്ടാവും ചില കാര്യങ്ങൾ. അപ്പോഴോ അതിനോട് ഇഷ്ടം ഉണ്ടാവുകയാണ് വേണ്ടത്. സുന്നത്ത് ചെയ്യണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥമല്ല കേട്ടോ, അങ്ങനെ എടുക്കരുത്. സുന്നത്ത് ചെയ്യൽ വേറെയാണ്, സുന്നത്തിനോടുള്ള ഇഷ്ടം വേറെയാണ്. മഹബത്തിന്റെ ഭാഗമായി ഉണ്ടാവേണ്ടത് സുന്നത്ത് ചെയ്യലല്ല, സുന്നത്തിനെ ഇഷ്ടപ്പെടലാണ്. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, അങ്ങനെയാണ്. അപ്പൊ അതുണ്ടോന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മളിൽ അതുണ്ടോ, സുന്നത്തിനോടുള്ള ഇഷ്ടമുണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കാര്യത്തെയും നിയ്യത്തുകളെ കൊണ്ട് സുന്നത്താക്കാം. നിയ്യത്ത് നേരാക്കിയാൽ അത് സുന്നത്താക്കാൻ പറ്റും. നിയ്യത്ത് കേടന്നാൽ അത് സുന്നത്തിന്റെ പരിധിയിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പൊ ലക്ഷ്യം, നിയ്യത്ത്, മനസ്സിലിരിപ്പ്, ഇത് ക്ലിയർ ആക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ക്ലിയറായ എല്ലാ ആൾക്കാരും രക്ഷപ്പെട്ടിട്ടുണ്ട്. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന് അഖ്ലിയായ സ്നേഹമായിരുന്നില്ല, ത്വബഈയായ സ്നേഹമായിരുന്നു എന്നതാണ് റൗള തുറന്നതിന്റെ കാരണം. ഞമ്മക്കും തുറക്കും, ആർക്കും തുറക്കും. സ്നേഹം ത്വബഈയായിരിക്കണം. ഉസ്താദേ, അള്ളാന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാ സ്വലാത്ത്? സ്വലാത്ത് ഇല്ലാന്ന് ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥമില്ല, പക്ഷെ അത് അഖ്ലിയാണ്, തബഈയല്ല. നമുക്ക് എളുപ്പത്തിനും കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അങ്ങനെ കിട്ടുന്ന ഒരു സംഗതി അല്ല എന്നർത്ഥം. ബുദ്ധിപരമല്ല, അങ്ങനത്തെ ഒരു ഐഡിയ കൂടെ ഒന്നും കാണാൻ പറ്റൂല എന്നർത്ഥം. തബഈയായ സ്നേഹം ഉണ്ടാവാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാം. അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ത്വബഈയായ സ്നേഹം ഉണ്ടാവും. അപ്പൊ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉറക്കത്ത് കാണാന്നുള്ളതൊന്നല്ല കേട്ടോ, നബി തങ്ങളെ ഉണർച്ചയിൽ കാണാന്നുള്ളത് തന്നെ ഉണ്ടാവുന്നതാണ്. ചാപ്പനങ്ങാടി വാപ്പൂലേര് പാപ്പുസ്താന്റെ ആണ്ടെന്ന് ഇന്നലെ ചാപ്പനങ്ങാടി വാപ്പുസ്താദ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ചില സ്വലാത്തുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുനിയാവിൽ നിന്ന് കാണാൻ ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാഹുമ്മ ബിജാഹി സയ്യിദന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തജ്മഅ ബൈനി വബൈന സയ്യിദന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദുനിയ ഖബലൽ ആഖിറ. ചാപ്പനങ്ങാടി ഉസ്താദ് മുരീദന്മാർക്ക് കൊടുക്കാറുള്ള ഒരു ദിക്റായിരുന്നു അത്. ദുനിയാവിൽ തന്നെ കാണാനുള്ള ദിക്റാണ്. അൻ തജ്മഅ ബൈനി വബൈന സയ്യിദന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദുനിയ ഖബലൽ ആഖിറ എന്നാണ് അതിലുള്ളത്.
അപ്പൊ ഉറക്കത്തിൽ കാണുക എന്നുള്ളതല്ല, ഉണർച്ചയിൽ തന്നെ കാണാം. പക്ഷെ എന്ത് വേണം? സ്നേഹം ത്വബഈ ആയിരിക്കണം, അഖ്ലിയാവരുത്. രണ്ടു തരം സ്നേഹങ്ങളുണ്ട്. ഒന്ന് മസ്തിഷ്കബന്ധിതമായ ബുദ്ധിപരമായ സ്നേഹവും രണ്ടാമത്തേത് ഹൃദയബന്ധിതമായ സ്നേഹവും. ഹൃദയബന്ധിതമായ സ്നേഹത്തെയാണ് ത്വബഈയായ സ്നേഹം എന്ന് പറഞ്ഞത്. അതിന് ഇന്ന അമൽ എന്നില്ല. നമ്മൾ സഹാബത്തിനെ തന്നെ ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങളോട് വലിയ ഇഷ്ടം തോന്നിയപ്പോൾ ചെയ്തത് എന്താ വെച്ചാൽ പാമ്പിന്റെ മുന്നിലേക്ക് കാല് വെച്ചു കൊടുത്തു. അതാണ് ചെയ്തത്. ഗുഹയിൽ രണ്ടുപേരും കൂടി ഗാറ് സൗറിൽ താമസിക്കുന്ന സമയത്ത് അവിടെ പാമ്പുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ മഹാനവറുകളുടെ വസ്ത്രത്തിൽ നിന്ന് തുണി എടുത്തിട്ട് എല്ലാതും അടച്ചു. അവസാനം ഒരു ഭാഗം ബാക്കിയായി അതിൽ കാലിന്റെ തള്ളാംവിരൽ വെച്ചു. അവിടെ പാമ്പുണ്ടെന്ന് അറിയാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. പാമ്പുണ്ട് എന്ന് അറിയുന്നതോട് കൂടെ തന്നെയാണ് വെച്ചത്. പാമ്പ് കൊത്തി, കാലെടുത്തില്ല. അവസാനം വേദന സഹിക്കാൻ കഴിയാതെ അറിയാതെ കണ്ണിൽ നിന്ന് ഇറ്റി വീണ രണ്ടിറ്റ് കണ്ണുനീര് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട പൂമുഖത്ത് വീണപ്പോ ഞെട്ടി ഉണർന്ന് ചോദിച്ചു, മാലക്കയാ സിദ്ദീഖ്, സിദ്ദീഖ് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പാമ്പടിച്ചു എന്ന് പറഞ്ഞു. കാലെടുത്തു. ശറഫാക്കപ്പെട്ട ഉമിനീരെടുത്ത് തേച്ചു കൊടുത്തു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കുമ്പോൾ വിയർപ്പ് പഠിച്ചാൽ മനസ്സിലാവും, ഉമിനീര് പഠിച്ചാൽ മനസ്സിലാവും, കയ്യും കാലും പഠിച്ചാൽ മനസ്സിലാവും, നബി തങ്ങളുടെ കണ്ണ് പഠിച്ചാൽ മനസ്സിലാവും. മുഅ്മിനീങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരത്തേക്കാൾ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞത് പഠിയണമെങ്കിൽ നബി തങ്ങളുടെ ശരീരം തന്നെ പഠിക്കണം എന്നാണ്. എന്നാലേ മനസ്സിലാവുള്ളൂ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് മാത്രം പഠിച്ചാൽ മതി എന്നാണ് നബി തങ്ങളെ മനസ്സിലാക്കാൻ. ആദ്യമായി മദീനയിലേക്ക് 6-ാമത്തെ വയസ്സിൽ പോയി ഉമ്മാന്റെ ഒപ്പം. തിരിച്ചു വരുമ്പോ അബവ എന്ന സ്ഥലത്ത് വെച്ച് ഉമ്മ മരണപ്പെട്ടു. കൂടെ ഒരടിമയാണ് ഉണ്ടായിരുന്നത്. നാട്ടിലേക്ക് മടങ്ങി. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒട്ടകങ്ങൾ വരുന്ന മലമ്പാതയിലാണ് അബവ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അതുകൊണ്ട് തന്നെ പൊടി പാറിയിട്ടും അലർജി ഉണ്ടായിട്ടും തിരിച്ചു വന്നപ്പോ നബിതങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെങ്കണ്ണ് രോഗം പിടിപെട്ടു. വാപ്പ നേരത്തെ മരിച്ചിട്ടുണ്ട്, ഉമ്മ വഴിയിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മക്കക്കാരെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈദ്യന്റെ അടുക്കൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ദണ്ണം ചെങ്കണ്ണാണ്, പക്ഷെ ഒരു കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത് മെഡിക്കൽ കോളേജിലേക്കാണ്. അന്നത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞത് കലേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന സ്ഥാപനമാണ്. പേര് ഞാൻ ഇട്ടതാണ്. ഹാരിസ് ഇബ്നു കൽദ എന്ന പേരായ ഒരാളായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ചികിത്സകൻ. അപ്പൊ ഞാൻ അതിനൊരു പേരിട്ട് കലേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതിനെ കൊണ്ടുപോയി. അതാണ് അന്ന് ഗ്രീക്കിൽ പോയി വൈദ്യം പഠിച്ചു വന്നയാളായിരുന്നു ഹാരിസ് ഇബ്നു കൽദ എന്ന് പറയുന്ന ആള്. അലർത്ത് കൊണ്ടുപോയി മെഡിക്കൽ കോളേജ്. അതാണ് മെഡിക്കൽ കോളേജ് ചെന്നേക്കിന് അവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടറെ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് കുട്ടിനെ അങ്ങനെ കയറ്റി നിർത്തി. എന്നിട്ട് തല മുതൽ കാല് വരെ മൊത്തത്തിൽ ഇങ്ങനെ പരിശോധിച്ചിട്ട് കുട്ടിയുടെ വായയിൽ നിന്ന് ഉമിനീരെടുത്ത് കണ്ണിൽ തേച്ചു കൊടുത്തു. ചെങ്കണ്ണ് മാറി എന്നുള്ളതാണ് ചരിത്രം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിന്റെ പ്രാധാന്യത്തെ ആദ്യമായി തിരിച്ചറിയുന്നത് മക്കയിലെ കലേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആയിരുന്നു. അങ്ങനെ പോയിട്ട് പറയരുതേ, പേര് ഞാൻ ഇട്ടതാണ്. ആ വിഷയം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കണ്ടുപിടിച്ചു. പിന്നെ അവിടുന്ന് ഇങ്ങനെ തുടങ്ങാണ്. ഒരു മനുഷ്യനെ പഠിക്കാൻ ഉമിനീര് പഠിച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയൊക്കെ ഉണ്ട്, എന്നാൽ അത് മാത്രം പഠിച്ചാൽ തന്നെ ഒരാളെ കിട്ടും. അതന്നെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിമീൻ തേച്ചു കൊടുത്തത്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നു. ഫാത്തിമ ബീവിക്ക് ഭക്ഷണം കഴിക്കാത്തതിന്റെ അസ്വസ്ഥതകളുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, ഫാത്തിമ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഫാത്തിമ ബീവി പറഞ്ഞു, റളിയല്ലാഹു അൻഹ കഴിച്ചിട്ടില്ല. നബി തങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പൈസയൊന്നുമില്ല. അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ കുറെ വീടുകളിൽ കൂടെ കയറി ഇറങ്ങിയിട്ട് ഇവിടെ എന്തെങ്കിലും വല്ല ജോലി ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടന്നു. ഒരു പണിയും കിട്ടിയില്ല.
കുറെ ദൂരം സഞ്ചരിച്ച് അവസാനം ഒരു ജൂതന്റെ വീട്ടിലെത്തി. ജൂതനോട് ചോദിച്ചു, ഇവിടെ വല്ല പണിയുണ്ടോന്ന് ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. നിങ്ങളെ കൊണ്ട് പറ്റുമോന്ന് അറിയില്ല പറഞ്ഞു. എന്താ ചോദിച്ചു? വെള്ളം കോരലാണ് പറഞ്ഞു. എന്താ കിട്ടാന്ന് ചോദിച്ചു. ഒരു ബക്കറ്റ് വെള്ളം കോരിയാൽ ഒരു കാരക്ക തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ജൂതന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കോരാൻ വേണ്ടി നിന്നു. നല്ല ആഴമുള്ള കിണറാണ്. വെള്ളം കോരിക്കഴിഞ്ഞാൽ ഒരു കാരക്ക കിട്ടും. 14 ബക്കറ്റ് വെള്ളം കോരിയപ്പോ കയറ് പൊട്ടിയിട്ട് ബക്കറ്റ് കിണറ്റിലേക്ക് വീണു. ജൂതന് ദേഷ്യം വന്നു. ആരെ പഞ്ഞതിൽ ഇറങ്ങാൻ കിട്ടുക? ഈ കിണറാണെങ്കിൽ അത്ര ആഴമുള്ള കിണറ്. കയ്യോണ്ട് മുഖത്തേക്ക് ഒരൊറ്റ അടിയാൻ കൊടുത്തു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക്. എന്നിട്ട് അയാൾ അങ്ങാടിക്ക് പോയി. കിണറ്റിലിറങ്ങാൻ പറ്റിയ ആരെങ്കിലും കിട്ടുമോന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങാടി ചെന്ന് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു, നമ്മളെ കിണറ്റിക്ക് ഒരു ബക്കറ്റ് വീണിട്ട് നിങ്ങളൊന്ന് വന്ന് എടുത്തുതരുമോന്ന് പറഞ്ഞു. പറഞ്ഞവരാരും തയ്യാറായില്ല. കാരണം ഈ കിണറ്റിക്ക് ആരും ഇറങ്ങൂല, അതിനത്ര ആഴുണ്ട്. മൂപ്പർക്ക് ദേഷ്യം പിന്നെയും കൂടി. കിണറ്റിലിറങ്ങാൻ ആളും കിട്ടണില്ലല്ലോ. രണ്ടാമതും ഘടന വരികയാണ്. അപ്പൊ കിണറ്റിന്റെ അടുത്ത് ഇങ്ങനെ വന്നു നോക്കുമ്പോണ്ട് കയറ് കരക്ക അങ്ങനെ കിടക്കണം. അപ്പൊ ഇയാളിങ്ങനെ ആലോചിച്ച് എങ്ങനെ ഇപ്പൊ ഇവിടെ എത്തിയത്? അവരിങ്ങനെ ആലോചിക്കണേനനുസരിച്ച് ആ വന്ന ആള് മുഹമ്മദ് അറ്റേന്നാവോ എന്ന ഒരു തോന്നല് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇങ്ങനെ ആലോചിക്കണേനനുസരിച്ച് ഉറപ്പായി വന്നത് മുഹമ്മദ് തന്നെയാണ്. ലക്ഷണമൊക്കെ നോക്കുമ്പോൾ മുഹമ്മദിന്റെ എല്ലാ ലക്ഷണവും ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറപ്പായപ്പോ ഒരു കാര്യം ചെയ്തു. വാളിങ്ങോട്ട് ഊരിയിട്ട് ഇടത്തെ കൈ പിടിച്ചുകൊണ്ട് വലത്തെ കൈ മുറിച്ചു. മുഹമ്മദിനെ ഇപ്പൊ ഞാൻ ഇതുകൊണ്ട് അടിച്ച് എന്നാൽ എനിക്ക് ആ കൈ വേണ്ടാന്നും പറഞ്ഞു കണ്ട വെട്ടിയത്. 2 കഷ്ണായി. രക്തം ഇങ്ങനെ ഒഴുകി. കിണറും കരയിൽ നിന്ന് വെള്ളവും രക്തവും ചേർന്ന് മതിലിനപ്പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. മതിലിന്റെ അപ്പുറത്തൂടെ ഇങ്ങനെ 2 പേര് നടന്നു പോകുമ്പോ രക്തം ഒലിച്ചു വരുന്നത് കണ്ടു. മതിലിന്റെ അപ്പുറത്തേക്ക് എത്തി നോക്കുമ്പോ ഒരാൾ ബോധരഹിതനായി കിടക്കുന്നു. അവർ 2 പേരും ചാടി വന്നു, വെള്ളക്കെടുത്ത് കുടഞ്ഞു. ബോധം കിട്ടിയപ്പോ മൂപ്പര് നീച്ചുങ്ങാണ്ട് ആ കൈയെടുത്തുങ്ങാണ്ട് മണ്ട. നേരെ ഓടിച്ചെന്നത് ഇലാ ഹദറത്തി ഹബീബിനാ റസൂലുള്ളാഹി, പുന്നാര നബി തങ്ങളുടെ ഹദറത്തിൽ ചെന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, നിന്നടിച്ച കൈ എനിക്ക് ആവശ്യമില്ല. അന്നെ ഞാൻ അടിച്ച കൈ എനിക്ക് വേണ്ടാറിഞ്ഞാണ്ട് ആ കയ്യാണ് കൊടുത്തു. നബി തങ്ങൾ ആ കയ്യാണ് വാങ്ങിയിട്ട് ബിസ്മിൻ ചെല്ലിങ്ങാണ്ട് അവിടെ തന്നെ വെച്ചിട്ട് സർഫാക്കപ്പെട്ട ഉമിനീരെടുത്തുങ്ങാണ്ടൊന്ന് തേച്ചു കൊടുത്തു. പയമാരിയായി. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ തൊള്ളേത്തെ തുപ്പലം പഠിച്ചാൽ മതി. ലോകത്ത് ഇങ്ങനെ ആരാളുള്ളത്? ലോകത്ത് ഇങ്ങനെ ആരാണുള്ളത്? ഇതെല്ലാം ചരിത്രരേഖയാണ്. وبقيسهم وقتادة من عينه ردت بكف المصطفى الحسناء. ഖൈസും ഖത്താദയും രണ്ടും വലിയ സംഭവം. ഖത്താദ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു, പെണ്ണെട്ടി കൊടുന്നു. ഭാര്യയുമായി ആദ്യ രാത്രി കൂടിയിട്ടില്ല. അതിനു മുമ്പ് പള്ളിയിൽ നിന്ന് യുദ്ധത്തിന് പോകുക എന്നുള്ള വിളിയാളം കേട്ടു. ഹയ്യാലൽ ജിഹാദ്, യുദ്ധത്തിന് പുറപ്പെട്ടോളി. മൂപ്പര് ഭാര്യനോട് പറഞ്ഞു, പള്ളിക്കൊന്ന് യുദ്ധത്തിന് പോകാൻ വിളിക്കുന്നുണ്ട്, പോവാതിരിക്കാൻ കഴിയൂല, ഞാൻ ഇപ്പൊ വരാ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാണ്ട് വാളിട്ടാരെ തൂക്കിങ്ങാണ്ട് യുദ്ധത്തിന് ചെന്ന് നോക്കുമ്പോ വെട്ടല്ല, അമ്പെയ്ത്താണ് പ്രധാനമായിട്ട് നടക്കണേ. മൂപ്പരടുത്തുള്ളതൊരു വാളുമാണ്. അപ്പം ഇങ്ങനെ നോക്കിയപ്പോ മൂപ്പർക്ക് തോന്നി, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്ലിന്റെ മേലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ദൂരന്ന് ഉന്നുള്ള ആരെങ്കിലും ഒരാള് അമ്പെയ്തിട്ട് നബിതങ്ങളെ മേത്തെങ്ങാനും അത് കൊണ്ടാലേ പിന്നെ എന്തിനാ ഈ ഖത്താദ ജീവിച്ചിരിക്കണത്? ഒരു കാര്യം ചെയ്യാം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കണേന്റെ മുന്നിൽ മറയായിട്ട് ഇങ്ങനെ നിൽക്കാം. അമ്പേതായാലും എൻ്റെ അടുത്തില്ല, എന്നാ ഒരു പരിചെങ്കിലും ആയിക്കോട്ടെ, കൊള്ളാണെങ്കിൽ എനിക്ക് കൊണ്ടോട്ടെ എന്ന് തീരുമാനിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കണേന്റെ മുന്നിൽ ചെന്നിട്ട് മറയായിട്ട് ഇങ്ങനെ നിന്നു. മൂപ്പര് പ്രതീക്ഷമായിരിയാണ്. അമ്പ് വന്നു, തറച്ചു. തറച്ചത് ഖത്താദയുടെ കണ്ണിലായിരുന്നു. അതിങ്ങനെ പറിച്ചിങ്ങനെ എടുത്തപ്പോ അതിൻ്റെ ഒപ്പം കണ്ണിന് പോന്നു. ആ കണ്ണിങ്ങനെയാണ് കൈ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ട്. അവിടേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, ഞാൻ പുതിയ പെണ്ണെട്ടിയതാണ്, എങ്ങനെ ഞാൻ കണ്ണില്ലാതെ എൻ്റെ പെരേക്കാണ് പോവുക, എനിക്ക് എൻ്റെ കണ്ണിന് വേണമെന്ന് പറഞ്ഞു.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖത്താദ, നിങ്ങൾക്ക് ഈ ഒരു കണ്ണിന് പകരമായി നാളെ സ്വർഗത്തിൽ 2 കണ്ണ് പോരെയോ ഖത്താദ എന്ന് ചോദിച്ചു. ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, പുതിയ പെണ്ണെട്ടിയതാണ്, എൻ്റെ പെണ്ണുങ്ങൾ ഞാൻ വരുന്നതും കാത്ത് പെരലിരിക്കുകയാണ്, കണ്ണില്ലാതെ പോകാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ഈ കണ്ണ് മടക്കി കിട്ടും വേണം. പിന്നെ ഇപ്പോൾ സ്വർഗത്തിൽ 2 കണ്ണ് തരാമെന്ന് ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ, അതിപ്പോൾ ഏതായാലും എനിക്ക് വേറെ കിട്ടും വേണം എന്ന് പറഞ്ഞു സയ്യിദുനാ ഖത്താദ റളിയല്ലാഹു. നിങ്ങളേതായാലും തരാമെന്ന് പറഞ്ഞതാണ്, അതെന്തായാലും തരണം, ഈ കണ്ണ് ഇവിടുന്നും തരണം എന്ന് പറഞ്ഞു. ആ കണ്ണിന് വാങ്ങിങ്ങാണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്ട് അവിടെ വെച്ചിട്ട് ശറഫാക്കപ്പെട്ട ഉമിനീരെടുത്ത് തേച്ചു കൊടുത്തു. ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് ആ കണ്ണിന് പിന്നെ ചെങ്കണ്ണ് പോലും ബാധിച്ചിട്ടില്ല. സ്നേഹിക്കണമെങ്കിൽ ആദ്യം പഠിക്കണം വേണ്ടത്. അറിയാത്തൊരു സാധനത്തെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റൂല. സ്നേഹിക്കണമെങ്കിൽ ആദ്യം പഠിക്കണം, നല്ല സ്നേഹിക്കാൻ പറ്റുക തന്നെ. ഖൈബർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുറഹിബ് രാജാവുമായിട്ടാണ് യുദ്ധം. നബിയും സഹാബത്തും യുദ്ധത്തിന് വേണ്ടി കോട്ടയുടെ മുമ്പിൽ അണിനിരന്നു. മുറഹിബ് രാജാവ് മാസങ്ങളോളം കഴിഞ്ഞുകൂടാനുള്ള ഈത്തപ്പഴം, ഗോതമ്പും, കോഴിമുട്ടിയും, പാലും, വെള്ളമൊക്കെ കോട്ടയിൽ കയറ്റിയിട്ട് വാതിലടച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് പാലെടുത്ത് വെച്ചു. നബിയും സഹാബത്തും ചെന്ന് നിന്നിപ്പ ഇറങ്ങുന്ന എഴുതിയിട്ട് ഓലിറങ്ങണില്ല. കൊണ്ടുപോയ ഭക്ഷണമൊക്കെ ഒരു തലക്കുന്ന് തീരാൻ തുടങ്ങി. അവസാനം ഈത്തപ്പന മുറിക്കാൻ തീരുമാനിച്ചു. വെറുതെ നിന്നിട്ടേ ഈത്തപ്പന ഇങ്ങനെ മുറിക്കുമ്പോ ദേഷ്യം പിടിച്ചിട്ട് ഓല ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഈത്തപ്പന മുറിക്കാൻ തീരുമാനിക്കുന്നത് ഖൈബറില്. അങ്ങനെ ഈത്തപ്പന ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം രാത്രി എല്ലാവരും കിടക്കാൻ പോകാൻ നേരത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ഞാൻ ഒരാളുടെ കയ്യിൽ പതാക നൽകും, യുദ്ധത്തിന്റെ കൊടി. അയാൾ കാരണം ഖൈബർ നമുക്ക് ഫത്ഹാവും എന്ന് പറഞ്ഞു. പിറ്റേന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ മുട്ടിത്തിരിഞ്ഞ് നിൽക്കുകയാണ്. കാരണം ഇന്ന് ജയിച്ചിന കൊടി എല്ലാവർക്കും വേണ്ടി വരുമല്ലോ, അങ്ങനെയാണല്ലോ ഈ സംഗതി. ഇന്ന് എന്തായാലും ജയിക്കും എന്ന് പറഞ്ഞതാണല്ലോ, ആർക്കാ വേണ്ടാത്ത? ആരും പോണില്ല, ഒക്കെ ഇങ്ങനെ തല കാട്ടുക, ഒക്കെ ഇങ്ങനെ അങ്ങനെ കാട്ടുക, ഒക്കെ എന്നൊക്കെ പറഞ്ഞു നോക്കുക. ആ കൊടിന് കിട്ടിയെങ്കിൽ ഇന്നിപ്പോ എന്തായാലും ജയിക്കും എന്ന് പറഞ്ഞതല്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ആവശ്യം. നബി തങ്ങൾ അങ്ങോട്ടൊന്നും നോക്കിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ കഴിഞ്ഞപ്പോ ചോദിച്ചു, അലിയാർ എവിടെയെന്ന് ചോദിച്ചു. എവിടെ അലി എന്ന് ചോദിച്ചു. അതിൽ സഹാബത്ത് പറഞ്ഞു, നബിയെ, മൂപ്പർക്ക് സുഖല്ല, തീരെ വയ്യാതെ കിടക്കുകയാണ് പറഞ്ഞു. എന്നാ ആരേലും ഒന്ന് പോയിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 2 ആൾക്കാർ പോയി. അലി റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ കണ്ണിന് അസുഖം ബാധിച്ചിട്ട് കണ്ണിങ്ങനെ മീക്കാൻ വയ്യാതെ പോള വന്ന് അടഞ്ഞ് തടിച്ചു വീർത്തിരിക്കുന്നു. അങ്ങനെ കണ്ണിങ്ങനെ പിടിച്ചിട്ടാ വന്നേ. ശറഫാക്കപ്പെട്ട ഉമിനീരെടുത്തൊന്ന് തേച്ചു കൊടുത്തു. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദൂരെ ഉയരത്ത് പറന്നുകൊണ്ടിരിക്കുന്ന പരുന്തുകൾക്ക് താഴെ പതുങ്ങി നീങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളെ എപ്രകാരം കാണാൻ കഴിയുമോ, അതിനേക്കാൾ ദൂരത്തേക്ക് അതിനുശേഷം എനിക്ക് സൂക്ഷ്മമായി കാണാൻ കഴിഞ്ഞിരുന്നു. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. അങ്ങനെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായയിലെ ഉമിനീര് പഠിച്ചാൽ തന്നെ അത്ഭുതം തീരൂല, ബാക്കിയൊക്കെ പിന്നല്ലേ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ വിയർപ്പിന് റോസാ പൂവിന്റെ സുഗന്ധമായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പെരപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് പെരന്റെ മുന്നിൽ റോസാ കൊമ്പ് 3 എണ്ണം കൊടുന്ന് കുഴിച്ചിടുമ്പോ മനസ്സ് കരുതുക, നബി തങ്ങളുടെ ശരീരത്തിന് ചുവന്ന റോസാ പൂവിന്റെ മണമാണ് എന്ന് ഹദീസിലുള്ളത് കൊണ്ടാണ് ഞാൻ അതിവിടെ കുഴിച്ചിടുന്നത്. എന്നാൽ റോസാ കൊമ്പ് കുഴിച്ചിടൽ ഇഷ്കിന്റെ വഴിയാക്കി നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും. ഇഷ്കിന് വെച്ചിട്ടൊരു പണിയില്ല, എല്ലാ പണിയും അതാണ്, ലക്ഷ്യം ക്ലിയർ ആയാൽ. ഇഷ്കിന് എഴുതിയിട്ട് പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല, എല്ലാതും അതാണ്. മക്കം ഫതഹിന്റെ അന്നാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മുസ്ലിമാകുന്നത്. അബൂ ഖുഹാഫ, ഉസ്മാൻ എന്നായിരുന്നു മഹാനവറുകളുടെ പേര്. അബൂ ഖുഹാഫ ഓമന പേരാണ്. മക്കം ഫതഹ് നടക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വാപ്പാനെ തെരഞ്ഞുപോയി. ഒരുപാട് പ്രായമായിട്ടുണ്ട്, നീച്ചാനോ നടക്കാനോ ഒന്നും വയ്യ. മഹാനായ സിദ്ദീഖ് തങ്ങളെ കണ്ടപ്പോ വാപ്പ പറഞ്ഞു, മോനെ, എനിക്കും എൻ്റെ ദീനിക്ക് വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. വാപ്പാനെ താങ്ങി പിടിച്ച് നടത്തി മെല്ലെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ കൊണ്ടുവന്നു.
നബി ഇതിന്റെ വാപ്പയാണ് കലിമ ചൊല്ലി കൊടുക്കുകയായിരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കൊടുത്ത് വാപ്പ ഏറ്റു ചൊല്ലി. നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, അനക്കിന്നോടൊന്ന് വിവരം പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? വാപ്പാനെപ്പോ ഈ വയസ്സാം കാലത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടിയെന്നോ, ഞമ്മക്ക് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. ശക്തമായി പൊട്ടിക്കരഞ്ഞപ്പോ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലയോ അബൂബക്കറെ, എന്തിനാ കരയണതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നബിയെ, എൻ്റെ വാപ്പ ഈ മുസ്ലിമായ സ്ഥാനത്ത് ഇങ്ങളെ അളാപ്പ അബൂ ത്വാലിബായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ കരഞ്ഞത് പറഞ്ഞു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂബക്കറെ, ഇങ്ങളെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ എൻ്റെ അളാപ്പ മുസ്ലിമാകാൻ നിങ്ങൾക്ക് എന്തത്ര വലിയ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതല്ലേ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു. അതങ്ങനെ തന്നെയാണ് പറഞ്ഞു. എന്നാ അതന്നെയാണ് എനിക്കും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ ആളാണ് സയ്യിദ്ന അബൂബക്കർ സിദ്ദീഖ്. ഇഷ്കിന് ഇന്നത് ചെയ്യാന്നില്ല, പലതും ചെയ്യും. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് ശിഫയുടെ മുഖദ്ദിമയിലുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ വാപ്പ ഖത്താബ് മുസ്ലിമാകുന്നതിനേക്കാൾ നിങ്ങളുടെ എളാപ്പ അബൂ ത്വാലിബ് മുസ്ലിമാകുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇതേ ചോദ്യം ഉമർ ഖത്താബിനോട് ചോദിച്ചു. അല്ലയോ ഉമറേ, എന്താ നിങ്ങളെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ എൻ്റെ അളാപ്പ മുസ്ലിമാണെന്ന് ഇഷ്ടപ്പെടാൻ കാരണം? അപ്പോൾ പറഞ്ഞു, അതല്ലേ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു. അതന്നെയാണ് എനിക്കും ഇഷ്ടം എന്ന് പറഞ്ഞു സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇഷ്കിന് ഇന്ന അമലാണ് എന്നില്ല, പലതും ഉണ്ടാവും. അതില് പല അമലും അതിലുണ്ട്. അബൂ മഹ്ദൂറ എന്ന പേരായിട്ടൊരു സഹാബി ഉണ്ടായിരുന്നു. അബൂ മഹ്ദൂറ നല്ല പ്രമുഖനായ സഹാബിയാണ്. മഹാനവറുകൾ മുടി ഇങ്ങനെ നീട്ടി വളർത്തും. എന്നിട്ട് ആ കുടിയും ചുരുട്ടി ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മേലെ തലകൾ. ഒരു ദിവസം ഒരാൾ ചെന്നിട്ട്, ഒരു സഹാബി എന്നിട്ട് അബൂ മഹദൂറോട് പറഞ്ഞു, അബൂ മഹദൂറ, ഈ മുടിയൊന്ന് വെട്ടിക്കൂടെ ചോദിച്ചു. എനിക്ക് ഈ മുടിയൊന്ന് വെട്ടിക്കൂടെ എന്ന് ചോദിച്ചു. അല്ലാ തഹ്ലിഖിഹാ, നിങ്ങൾക്ക് ഈ മുടിയൊന്ന് വെട്ടിക്കൂടെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ലാ അഹ്ലിഖുഹാ, എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം, ഈ മുടി മാത്രം വിട്ടൂല. എന്താന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, വഖദ് മസ്സഹാ റസൂലുള്ളാഹ്, ഈ മുടിമ്മ അള്ളാന്റെ റസൂല് തൊട്ടിരിക്കുന്നു, അതുകൊണ്ട് ഈ മുടി വെട്ടുന്ന പ്രശ്നമേ ഇല്ല. സയ്യിദുന അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ സഹാബത്തിനെ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാല് ഇത്രങ്ങാനും സംഭവം. ഒരിക്കൽ ഒരു സഹാബി വര്യൻ തോട്ടത്തിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഈത്തപ്പന തോട്ടത്തില് ഈത്തപ്പനയുടെ അടിഭാഗം ഇങ്ങനെ കൊത്തിക്കിളക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ അബത്തി, എന്റെ പൊന്നാര വാപ്പ, വളരെയധികം വിഷമകരമായ ഒരു വാർത്ത പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വാപ്പ ചോദിച്ചു, എന്താ മോനെ വിഷമകരമായ വാർത്ത? അപ്പൊ പറഞ്ഞു, തൂഫിയ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടുണ്ട്. കയ്യിലുണ്ടായിരുന്ന കൈക്കോട്ട് അവിടെ വെച്ചിട്ട് രണ്ട് കൈ കൊണ്ട് ഉയർത്തിയിട്ട് ദോരുന്നു, അല്ലാഹുമ്മ അദ്ഹിബ് ബസരി ഹത്താ അറാ ഹബീബി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബദാ. പടച്ചോനെ, എൻ്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കണേ. കാലാകാലത്തേക്ക് നബിതങ്ങളെ കാണാവുന്ന അവസ്ഥ എന്നാ വരിക വെച്ചാൽ അന്ന് എനിക്കിഞ്ഞ് കണ്ണിന്റെ കാഴ്ച തിരിച്ചു തന്നാ മതി എന്നാണ് തോരുന്നത്. വാപ്പാനെ കണ്ണൊട്ടന്റെ മാതിരി കയ്യും പിടിച്ചിട്ട് മകൻ പെരേക്ക് ഇങ്ങനെ കൊടുന്നു. ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ആ ദുആ ചെയ്തത് കൊണ്ട് സ്വർഗത്തിൽ ദറജ കൂടി എന്നാണ്. അതാണ് നിങ്ങളും വിശ്വസിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ക് കാര്യന്റെ മേലെ കണ്ണൊട്ടാനൊക്കെ തോരക്കാൻ പറ്റുന്നു. ഖുർആനിലുണ്ടോ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ അതിന്റെ മറുപടി? അത് ഉള്ളോ തീരുമാനിച്ചോളൂ, ഇജ്ജു പോയി പണി വെക്കുന്ന അതിന്റെ മറുപടി. എന്താ ചെയ്യേണ്ടതെന്ന് ഉള്ളോ തീരുമാനിച്ചോളും. വേറൊരാള് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ശരിക്കതിനില്ല. അത് ഉള്ളവനാണ് തീരുമാനിക്കേണ്ട എന്താ വേണ്ടത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നാട്ടില് പ്രശ്നം ഉണ്ടായി. ഗവർണറുടെ കാര്യത്തിലാണ് പ്രശ്നം. ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഗവർണറെ മാറ്റണം എന്ന് പറഞ്ഞു.
ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറ്റാരോപിതനെ വിചാരണ ചെയ്തിട്ടല്ലാതെ തീരുമാനം എടുക്കാൻ പറ്റൂലായിരുന്നു. വന്നവര് പറഞ്ഞു, വിചാരണയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്, തീരുമാനം എപ്പോ ആണ്, അല്ലെങ്കിൽ കമ്മിറ്റി പിരിച്ചു വിട്ടാളിയായിരുന്നു. മൂപ്പര് പറഞ്ഞു പറ്റൂലായിരുന്നു, വിചാരണ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ ആയിരുന്നു. ആകെ പ്രശ്നമായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ലെറ്റർ പേഡ് കട്ടെടുത്തിട്ട് അതേമാതിരി എഴുതിണ്ടാക്കി. പട്ടാളക്കാർക്കൊക്കെ ഓരോ കത്ത്, എല്ലാവരും മദീനത്തേക്ക് വരണം എന്നാണ് കത്തിലുള്ളത്. ഒരു സമയമൊക്കെ നിശ്ചയിച്ച്, ദിവസമൊക്കെ നിശ്ചയിച്ചിട്ട്, ഉദാഹരണം പറയാം, ആഗസ്റ്റ് 10-ാം തീയതി 4 മണിയാകുമ്പോഴേക്ക് എല്ലാവരും മദീനത്തേക്ക് വരണമെന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുതുമ്പോഴത്തെ ഒരു കത്ത് അവസാനം മൂപ്പരെ സീലൊക്കെ വെച്ചിട്ട് പട്ടാളക്കാർ കത്ത് കിട്ടിയപ്പോൾ ശരിയാന്ന് വിചാരിച്ച് എല്ലാവരും മദീനത്തേക്ക് പുറപ്പെട്ടു. അവരുദ്ദേശിച്ചിരുന്നത് എല്ലാവരും പട്ടാളക്കാർ മൊത്തം മദീനയിൽ എത്തിയതിനു ശേഷം ചെറിയൊരു കച്ചറ എന്തെങ്കിലും ഉണ്ടാക്കുക, ഒരു പ്രശ്നം, അപ്പൊ തമ്മ് തച്ചാണ് തീർന്നോളും, അതാ പരിപാടി. പ്രശ്നം രൂക്ഷമാണെന്ന് കണ്ടപ്പോ അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രമുഖരായ സഹാബികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഉസ്മാനെ, ഞങ്ങൾ ഈ കൊട്ടാരത്തിന്റെ പിന്നിൽ ഒരു വഴി ഉണ്ടാക്കി തരാം. നിങ്ങൾ അയിക്കൂടെ രക്ഷപ്പെട്ടിട്ട് ഒന്നുകിൽ മദീനത്ത് പോയിട്ട് ഒന്നുകിൽ മക്കത്തേക്ക് പോയിട്ട് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങൾ ജീവിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കൂഫയിൽ പോയി അവിടെ ഇരുന്ന് ഭരിക്കണം. രണ്ടാലൊന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ടും നടക്കൂല. അള്ളാന്റെ റസൂല് കടന്നുറങ്ങണം, മദീന വിട്ട് പോണ പ്രശ്നം തന്നെ ഇല്ല. എന്നാല് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് കേട്ടപ്പോ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി മദീനത്ത് നിൽക്കണ പ്രശ്നം തന്നെ ഇല്ലായിരുന്നു. ഏതാ വേണ്ടത്? നിൽക്കുക വേണ്ടത്, പോകുക വേണ്ടത്, ഉള്ളോ തീരുമാനിച്ചോളും, നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇന്നതൊക്കെ വേണ്ടതെന്ന്. ഇവിടെ എന്താ വെച്ചാൽ ഇങ്ങനെ വേറെ കുറെ ആൾക്കാരാണ് പറയണത്, ഇന്നതൊക്കെയാണ് വേണ്ടത്, ഇന്നതൊക്കെ പറ്റൂല. അവനാണ് തീരുമാനിക്കേണ്ടത് എന്താ വേണ്ടത്. റബീഉൽ അവ്വൽ 12 ആയാലും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് തോന്നും ഒരു പാട്ട് പാടാൻ അവസരം കിട്ടുമോന്നാവോന്ന്. ഓണ് പാടിക്കോട്ടെ, എന്താ വരിക? അപ്പൊ കീശയിൽ കായുള്ള ആൾക്കാർക്ക് തോന്നും ഇതൊന്ന് കവറിലിട്ടാണ് കൊടുക്കായിരുന്നു, ഓലാണ് കൊടുക്കട്ടെ. അല്ല, എന്താണ് ഇഷ്കുണ്ടായാൽ വേണ്ടത് എന്നുള്ളവനാണ് തീരുമാനിക്കുക, വേറുള്ളവനല്ല. ഇവിടെ ഉള്ള പ്രശ്നം ഉള്ളവും വേറെയും തീരുമാനിക്കണോ വേറെയാണ്. ഇഷ്കിന് ഇന്ന അമലാണെന്നില്ല, പലരും ചെയ്തിട്ടുള്ളത് പലതുമാണ്, എല്ലാവരും ഒന്നല്ല ചെയ്തിട്ടുള്ളത്. അത് ഇഷ്കിന് കയറുമ്പോ തീരുമാനം വരും, അത് ഓലാണ് ചെയ്യും. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എപ്പോ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കാണും. സഹാബത്തിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ മാതൃകകൾ കാണാൻ കഴിയുന്നത്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ ഇഷ്ടമായിരുന്നു. നമ്മളൊരു ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉംറക്ക് പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പം പുല്ലൂരില്, ഈ കുളിയിലൊക്കെ ഉണ്ടാവും. ജിദ്ദയിലാണ് മൂപ്പർക്ക് കച്ചവടം, എല്ലാ വെള്ളിയാഴ്ച ഉംറക്ക് പോവും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ പോയിട്ടില്ല. അപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉംറക്ക് പോയവരുണ്ടാവും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഖത്തം തീർത്ത ആൾക്കാരുണ്ടാവും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ പള്ളിപ്പണിക്ക് പൈസ കൊടുത്ത ആൾക്കാരുണ്ടാവും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ ഈമാനാണ്ട് വെച്ച് നോക്കിയാൽ മൂപ്പരതാ തൂങ്ങാം, ബാക്കിയുള്ളതൊക്കെ അതിന്റെ താഴെ ഉള്ളൂ. എന്താ കാരണം? മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാന്റെ അടിസ്ഥാനമാണത്. ഈമാന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാകുന്നു അത്. ആ അടിസ്ഥാനമുള്ള ആളുകൾക്കൊക്കെ ഈമാൻ കൂടുതലാണ്. അല്ലാഹ് ഒന്നായാലും അബൂജഹലിന് വലിയ പരാതിയൊന്നുമില്ല, ആയിക്കോട്ടെ. അതിനിപ്പോ എന്താ? അല്ലാഹ് ഒരുവനാണ് എന്നുള്ളതിൽ അബൂജഹലിന് വലിയ പരാതിയൊന്നുമില്ല. അങ്ങനെ അബൂജഹലിന്റെ ദുആ സമ്മേളനം ഉണ്ട്, നിങ്ങൾ കേട്ടുക്കണോ അറിയില്ല. അത് കേട്ടോളി. അബൂജഹലിന്റെ ദുആ സമ്മേളനം ബദർക്ക് പോകുമ്പോഴാണ് ദുആ സമ്മേളനം. ആ വാക്കുപയോഗിക്കാൻ പറ്റൂല്ലേ എന്നറിയില്ല, എന്തായാലും മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറയാം. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സംഘം ചെങ്കടൽ തീരത്തുകൂടെ മക്കയിലേക്ക് രക്ഷപ്പെടുമ്പോൾ അവനൊരു പണി ഒപ്പിച്ചു. ലംലം എന്നുകൊണ്ടൊരു ചായക്കായുടെ ചെങ്ങായി ഉണ്ടായിരുന്നു. ചായക്കായി കൊടുത്ത എന്തും ചെയ്യുന്ന ഒരു ചെങ്ങായി ഉണ്ടായിരുന്നു, ലംലം എന്ന് പറഞ്ഞിട്ട്. ഓനെ ഒഴിച്ചുകാണ്ട് ഒരു ചായക്കായി കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യണം, വേഗം മക്കത്തേക്ക് വിടുക.
മക്കത്തേക്ക് എത്തുന്നതിന്റെ മുമ്പ് കുപ്പായത്തിന്റെ ഒരു സൈഡ് ഇങ്ങനെയാണ് കീറണം, മേത്ത് കുറച്ച് ചളിയൊക്കെ ആക്കണം. എന്നിട്ട് മക്കത്ത് ചെന്നിട്ട് ഉറക്കെ വിളിച്ചു പറയാം, ദേ മക്കാരേ, ഞമ്മളെ മുഴുവൻ കച്ചവട സംഘത്തെയും കുതിരകൾ, ഒട്ടകങ്ങൾ, എല്ലാ മുഹമ്മദ് അനുയായികളും അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെറിയും പരത്തി നിന്നോളി, ഇങ്ങോട്ടൊക്കെയാണ് എന്റെ കുപ്പായം കീറിയിക്കണേ, ആകെ തൂഫാനാക്കിക്കണമെന്ന് വിളിച്ചു പറയാൻ വേണ്ടി ഏൽപ്പിച്ചു. ചായക്കായി കൊടുത്തുങ്ങാണ്ട് മൂപ്പര് വന്ന് വിളിച്ചു പറഞ്ഞപ്പോ അബൂജാഹിലിന് അടിയിന്ന് ഇങ്ങനെ തരിപ്പ് കയറി. മൂപ്പര് 1000 പടയാളികള്, കുതിരകൾ, വാളുകൾ, അങ്കികൾ, ഭക്ഷണ സാധനങ്ങൾ, ഒട്ടകങ്ങൾ, പാട്ടുപാടാനുള്ള സ്ത്രീകള്, കൈമുട്ടാനുള്ള സാധനങ്ങള്, ദഫ് പരിപാടികളൊക്കെ റെഡിയായി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഹന്നത്ത് ബീവി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി ഒരു സ്വപ്നം കണ്ടു. എന്താ പേര്? ഉള്ളരിടയളമും നാക്കത്തേറി നടക്കുന്നേ ഉമ്മുൽ ഖുറാവിൽ ആനയും മൂണ്ട് ദീനം മുന്നേ തെളിവറിനെ ബീക്കമ്മ തായ ആതിക ഉമ്മതാൻ തേറി തൂയിൽ തന്നിൽ കണ്ടാളേകമാനമൂതാൻ. ആതിക ബീവി ഒരു സ്വപ്നം കണ്ടു. നബിയുടെ അമ്മത്താണ്, അമ്മായി. മക്കത്തെ പ്രധാനികൾക്കൊക്കെ ബലാൽ മുസീബത്ത് വരുന്നതാണ് സ്വപ്നം. മുപ്പത്തിയേര് കണ്ടാൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് മുപ്പത്തിയേര് പറഞ്ഞു, മക്കാരെ പോണ്ടട്ടോ പെടും. ഞാനൊരു കിനാവ് കണ്ടിട്ടുണ്ട്, മക്കത്തെ പ്രധാനികളെ മൊത്തം തല പോയതാണ് കിനാവ്. അബൂജാഹിലിനാണെങ്കിൽ ഒരുക്കം ഫുള്ള് റെഡിയാണ്. ഏകദേശം 2 മാസം കുടിക്കാൻ മാത്രമുള്ള കള്ള് റെഡിയാണ്, പാട്ടുപാടുള്ള പെണ്ണുങ്ങൾ. എങ്ങനെ ഇനി പിന്നാക്കം നിൽക്കുക? ആ തള്ള കാണാൻ കണ്ടൊരു ദിവസേ അവസാനം എന്ത് തീരുമാനിച്ചു? ഒരു ചെറിയ ദ്വാ പരിപാടി നടത്താൻ തീരുമാനിച്ചു. എല്ലാവരും പോകാനുള്ളവരൊക്കെ ഒരുങ്ങിയിട്ട് കഅബത്തിന്റെ അടുത്തേക്ക് വരിക. കൊണ്ടുപോകാനുള്ള ഒട്ടകങ്ങൾ, ഭക്ഷണങ്ങൾ എല്ലാം റെഡിയാക്കിയിട്ട് കഅബന്റെ അടുത്തേക്ക് വരിക. എന്നിട്ട് എല്ലാവരും വന്ന് ഒരുമിച്ച് കൂടി അവസാനം കഅബന്റെ കില്ലെങ്ങനെ പിടിച്ചിട്ട് അബൂജാഹിലിന്റെ ദ്വായാണ്, ഇറയോനെ ഹാദൽ ബൈത്തുടെ നായന ഹക്കൊട് ബാത്തില് രണ്ടിതിൻ ഇടയൈ പീരിത്തിടണ ഇന്ത ദിനം തനിലെ നമതിരു പാകം നിക്കുവരിൽ ഒരു പേർകള ഹക്കുടയോർ അവരാരുനക്കറിയാം അവർകളെ ഇനതിൽ പീരിത്ത് ഖലാസിയ താക്കിട് നീ പരനേ പരനേ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കി നീ ദായിമിൽ കാത്തുകൊൾ ഫത്താഹേ താമസം ചെയ്തിടാതുത്തിരം നൽകിടു നീ. ബാക്കി വേണമെങ്കിൽ ബദർ പാടി കേട്ട് നോക്കിയാണ് പഠിച്ചോളി. 2 വരി പാട്ടൊക്കെ അടുത്ത് പഠിച്ചിരിക്കണത് നല്ലതാണ്. ഒയന്ന പാട്ട് പാടേണ്ടി വരും, ഇല്ലെങ്കിൽ പിന്നെ നൊലോളിച്ചേണ്ടി വരും. നൊലോളിച്ചാതിരിക്കണമെങ്കിൽ പാട്ട് പാടണം. അതിന് 2 വരി നല്ല പാട്ട് നോക്കി പഠിച്ചെക്കണം. എന്തായാലും അബൂജാഹിൽ ഇങ്ങനെ തോരുന്നു എന്നാണ്. അപ്പൊ അബൂജാഹിലിന് അല്ലാഹു തആല ഒന്നായാലും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതൊരിക്കലും പാടില്ല എന്നുള്ളതല്ല പ്രശ്നം. ബഹുമാനപ്പെട്ട ഞാനൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോ ആ യതീം കുട്ടിനെ നബിയാക്കിയത് ശരിയായില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നു. ഈ ഉമ്മത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരക്കൂടെ റബീഉൽ അവ്വൽ മാസത്തിലാണ്. എന്താ പ്രശ്നം? മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്നതാണ് പ്രശ്നം. ഇവിടെയാണ് ഈ ഈമാൻ കിടക്കുന്നത്. എത്രത്തോളം താല്പര്യമുണ്ട് മറ്റുള്ളവരിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വ്യത്യസ്തമാകുന്നത് ഈ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ ഒന്നാമനാണ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യത്തിൽ ഞാനൊരു സത്യങ്ങളോട് പറയാം. വാപ്പാക്ക് വാപ്പയാകാൻ മാത്രമാണ് കഴിയുക, ഒരിക്കലും ഉമ്മയാവാൻ കഴിയില്ല. ഉമ്മാക്ക് ഉമ്മയാവാൻ മാത്രമേ കഴിയുള്ളൂ, ഒരിക്കലും വാപ്പയാകാൻ കഴിയില്ല.
ഒരു മനുഷ്യന് ഉമ്മയും വാപ്പയും ഒപ്പാകാൻ കഴിയെങ്കിൽ അത് മുഹമ്മദ് നബിക്ക് മാത്രമാണ്. അതുകൊണ്ട് ഫാത്തിമ ബി വാപ്പാനെ എൻ്റെ ഉപ്പാ എന്നല്ല വിളിച്ചിരുന്നത്, യാ റസൂലല്ലാഹ് എന്നാ വിളിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസൈനിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാഹ്. നബിയെ, നിങ്ങൾ ഞങ്ങളുടെ ഉമ്മയും വാപ്പയുമാണ് ഒരേ സമയത്ത്. ഇമ്മയും വാപ്പയും പാലം കടന്നതിന് ശേഷമാണ് നമ്മളെ തിരിഞ്ഞു നോക്കുക. മാതാപിതാക്കൾ മക്കളെയും മക്കൾ മാതാപിതാക്കളെയും പാലം കടന്നതിന്റെ ശേഷം അന്വേഷിക്കൊള്ളൂ. പാലം കടക്കുന്നതിന്റെ മുമ്പ് തിരിഞ്ഞു നോക്കുന്ന ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ്. മഹ്ശർ ഏറ്റവും ചുരുങ്ങിയത് 50,000 കൊല്ലാണ്. മഹ്ശർ ഏറ്റവും ചുരുങ്ങിയത് 50,000 കൊല്ലാണ്. ഒരിക്കലൊരു സഹാബി വര്യൻ വന്ന് നബിനോട് ചോദിച്ചു, അള്ളാന്റെ റസൂലേ, മഹ്ശറിൽ വെച്ച് നിങ്ങളെ കാണാൻ ഞാൻ എവിടെയാണ് തിരയേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, സഹാബ, മഹ്ശറിൽ നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് കാണാം. ആ സഹാബി ചോദിച്ചു, അള്ളാന്റെ റസൂലെ, അവിടെ കണ്ടില്ലെങ്കിൽ എവിടെ തിരയേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അത് തൂക്കണ മീസാൻ എന്ന തുലാസിന്റെ അടുത്തുനിന്ന് കാണാറുണ്ട്. അവിടെയും കണ്ടില്ലെങ്കിൽ എവിടെ ഞാൻ കാണുക ചോദിച്ചു. ഹൗദുൽ കൗസറി എന്ന വെള്ളം മുക്കി കൊടുക്കണ അവിടുന്ന് കാണാറുണ്ട്. അവിടെയും കണ്ടില്ലെങ്കിൽ എന്താ കാട്ടുക ചോദിച്ചു. അതിൽ പറഞ്ഞു, സിറാത്ത് പാലം കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണാതെ പോകില്ലാറുണ്ട്. അവസാനത്തെ മനുഷ്യൻ കിടക്കുന്നത് വരെയും അല്ലാഹുമ്മ സല്ലിം സല്ലിം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ശഫാഅത്ത് പറഞ്ഞത്. ആത്മഹർഷം തുടികൊട്ടുന്ന നാളിൽ ഏക പ്രതീക്ഷ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് നമ്മൾ ശഫാഅത്ത് പറഞ്ഞത്. മഹ്ശറയിൽ നമ്മളെല്ലാവരും ഒന്നാണ്ട് ഹിസാബ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആദം നബിനെ കാണാൻ പോകും അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിനെ ചെന്ന് കണ്ടുകാണ്ട് വിവരമൊക്കെ പറയുമ്പോൾ മൂപ്പര് പറയും, കുട്ടികളെ, എൻ്റെ കാര്യത്തിൽ തന്നെ വലിയ വേജാറിലാണ്, നിങ്ങൾ വേറെ എവിടെയും പൊയ്ക്കോളി അറിയും. അങ്ങനെ ഒരു തലക്കന്ന് പോരും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം എല്ലാവരെയും കണ്ട് 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 അവസാനം നബി തങ്ങൾ എടുത്തു വരും സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് പറയോ ഇവിടെ നിന്ന് കഴിച്ചിലാൻ വേണ്ടിയിട്ട് എന്ന് പറയും. ഞാൻ പറഞ്ഞോളാം അറിയാം. അർശിന്റെ താഴ്ഭാഗത്ത് പോയി സുജൂദിൽ വീഴും. അപ്പോൾ പറയും, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. അതായത് ഇപ്പൊ ഞമ്മക്ക് എല്ലാവർക്കും അറിയാലോ, ഇത് ആദം നബിന്റെ അടുത്ത് പോയാൽ നടക്കൂല. ആ പറയാൻ പോണേൽ ഇപ്പൊ നമ്മളെല്ലാവരും ഉണ്ടാവില്ല. നമുക്ക് ആദ്യം തന്നെ നബി തങ്ങളുടെ അടുത്തേക്ക് പോയാൽ പോരെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, ഈ പറയാൻ പോണേൽ ഇപ്പൊ എന്തായാലും നമ്മളും ഉണ്ടല്ലോ. നൂഹ് നബിന്റെ അടുത്ത് പോയാൽ മനസ്സിലാവും നടക്കൂല എന്ന് അറിയെങ്കിൽ നമുക്ക് ആദ്യം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തും പോയാൽ മതിയല്ലോ. പിന്നെ എന്തിനാ നമ്മൾ എല്ലായിടത്തും പോയി വരുന്നത്? ഞാൻ വേറൊരു സംഭവം ഉണ്ട്. ചെന്നിട്ട് എന്താ പറയാ, നരകത്തിക്കായാലും വേണ്ടില്ല സ്വർഗത്തിക്കായാലും വേണ്ടില്ല ഇവിടുന്ന് ഒന്നാണ് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ്. നരകത്തിക്കായാലും വേണ്ടിയില്ല എന്ന് ഞാൻ പറയില്ല. നിങ്ങളാരെങ്കിലും പറയുമെന്നാവും. നമ്മളെ മുമ്പിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. എൻ്റെ മുമ്പിലില്ല കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. എവിടേക്ക് തന്നെ പോയേ പറ്റുള്ളൂ. സ്വർഗത്തേക്ക് തന്നെ പോയേ പറ്റുള്ളൂ. നരകത്തേക്കായാലും വേണ്ടിയില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളി, ഞാൻ പറയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? നരകത്തേക്കുള്ളവർ പറയാൻ പോണ കൂട്ടത്തിലുണ്ട്. ഹബീബി, നിങ്ങളെ എന്തിനാണ് ശരിക്കും മഹ്ശർ? ശരിക്കും മഹ്ശർ എന്ന് പറഞ്ഞത് നമ്മളെ നന്മയും തിന്മയും കൂടിയും തൂക്കി കണക്കാക്കിയിട്ട് സ്വർഗത്തേക്കാ നരകത്തേക്കാൻ തീരുമാനിക്കാൻ 50,000 കൊല്ലം വേണോ? ഹിസാബ് തുടങ്ങിയാൽ എന്നാ തീരാ? 50,000 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹിസാബ് തുടങ്ങുക. എന്നപ്പോ തീരാ? തുടങ്ങിയേക്കിന് തന്നെ തീരുട്ടോ. നമ്മൾ വിചാരിച്ച മാതിരി ആൽഫബറ്റിക് ഓർഡറിലൊന്നല്ല വിളിക്കുക. സൈനുദ്ദീനൊക്കെ ആണെങ്കിൽ പെട്ടു, അവസാനം വിളിക്കുള്ളൂ. അങ്ങനെയൊന്നും വിചാരിക്കണ്ട.
അതാണ് തുടങ്ങി കിട്ടാനേ പ്രയാസമുള്ളൂ. തുടങ്ങിയാൽ നമ്മളല്ലല്ലോ നടത്തുന്നത്, പടച്ചോനല്ലേ നടത്തുന്നത്. തുടങ്ങുമ്പോൾ തന്നെ അത് അവസാനിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും ഒപ്പം നോക്കി തീർക്കും. അതിങ്ങനെ കിതാബ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ എന്നപ്പോ പേര് വിളിച്ചാന്ന് ആലോചിച്ച് നിൽക്കുമെന്ന് വേണ്ടിയല്ല. ഇത് തുടങ്ങി കിട്ടണമെങ്കിൽ 50,000 കൊല്ലം വേണം. എന്തിനാണ് 50,000 കൊല്ലം? 50,000 കൊല്ലം പൊരിവെയിലത്താണ് നിൽക്കുമ്പോണ്ട് പോയി നോക്കും എല്ലായിടത്തും. അങ്ങനെ പോയിട്ട് കറങ്ങിയിട്ട് അവസാനം നബി തങ്ങളുടെ അടുത്തിൽ എത്തുമ്പോൾ മനസ്സിലാവും മുഹമ്മദ് വിചാരിച്ചാലേ നടക്കുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എന്ന് മനസ്സിലാകുന്നോ അന്ന് ഹിസാബ് തുടങ്ങും. എന്തിനാ മഹ്ശറ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചാലേ നടക്കുള്ളൂ എന്ന് സമ്മതിപ്പിക്കാനാണ് മഹ്ശറ. അതാണ് സമ്മതിച്ച അപ്പ ഹിസാബാണ് തുടങ്ങും. തുടങ്ങിയേക്കിനാണ് കയ്യും ചെയ്യും. ഫരീഖും ബിൽ ജന്നയും ഫരീഖും ബിസ്സഈറും തീരുമാനാവും. അതാണ്ട് സമ്മതിക്കണമെങ്കിൽ 50,000 കൊല്ലം പൊരിവെയിലത്ത് നിന്നിട്ട് വിയർപ്പിലാണ് മുങ്ങി താഴേണ്ടി വരും. അപ്പോഴേ സമ്മതിക്കുള്ളൂ. ഞാൻ ആദ്യം ഇവിടെ പോയി പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. അവിടുന്ന് നടക്കുമ്പോൾ ചിലപ്പം തോന്നും ഇങ്ങോട്ട് വരണ്ടിന്നില്ല, അപ്പുറത്തൊന്ന് പറഞ്ഞു നോക്കിയാൽ മതിയായിരുന്നു എന്ന്. പോയാണ് വന്നാൽ പിന്നെ അത് പറയാണ്ടാവില്ലല്ലോ. അതിനാണ് പോയി വരുന്നത്. എല്ലായിടത്തും കറങ്ങിയിട്ട് വരണം. അവസാനം എത്തിയിട്ട് വേറൊരു വയ്യുമില്ല ഞങ്ങൾ വിചാരിച്ചാല് മുഹമ്മദീയത്തിനെ സമ്മതിപ്പിക്കലാണ് മഹ്ശറയിൽ നടക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വേറൊരു സംഗതി ഉണ്ട്. ഷഫാഅത്തിന് വേണ്ടി വിളിക്കും അല്ലാഹു തആല. എന്താ വിളിക്കുക? ഇർഫഅ യാ മുഹമ്മദ് സൽ തുഅത. മുഹമ്മദേ തല ഉയർത്തു, എന്താണ് ആവശ്യമെങ്കിൽ ചോദിച്ചോളൂ തരാമല്ലോ എന്നാണ്. മുഹമ്മദേ തല ഉയർത്തു എന്നാണ് വിളിക്കുന്നത്. ഇർഫഅ യാ മുഹമ്മദ് സൽ തുഅത. മുഹമ്മദേ തല ഉയർത്തു, എന്ത് വേണമെങ്കിലും തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ മുഹമ്മദ് എന്ന് നബി തങ്ങളെ ഈ ഒരു പ്രാവശ്യമല്ലാതെ അതിന്റെ മുന്നില്ല ശേഷമില്ല വിളിക്കണേ. യാ മുഹമ്മദ് എന്ന് അല്ലാഹു ഒരിക്കലും നബി തങ്ങളെ വിളിച്ചിട്ടേ ഇല്ല. എപ്പോ വിളിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുകിൽ സ്ഥാനപ്പേര് വിളിക്കും, അല്ലെങ്കിൽ ഓമനപ്പേര് വിളിക്കും. യാ അയ്യുഹൻ നബിയ്യു എന്ന് വിളിച്ചിട്ടുണ്ട്, യാ അയ്യുഹർ റസൂലു എന്ന് വിളിച്ചിട്ടുണ്ട്, യാ അയ്യുഹൽ മുസമ്മിലു എന്ന് വിളിച്ചിട്ടുണ്ട്, യാ അയ്യുഹൽ മുദ്ദസ്സിറു എന്ന് വിളിച്ചിട്ടുണ്ട്, ത്വാഹ എന്ന് വിളിച്ചിട്ടുണ്ട്, യാസീൻ എന്ന് വിളിച്ചിട്ടുണ്ട്, യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. ആകെ ഒരു ഒട്ടേ ഉള്ളൂ. ഈ വിളിയിലൊരു കാര്യമുണ്ട്. വിളിയിലൊരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ ഇന്നെ പ്രസംഗിക്കാൻ വിളിക്കുകയാണെങ്കിൽ പ്രഭാഷണ കലയിലെ അങ്ങനത്തെ ആള് ഇങ്ങനത്തെ ആള് എന്നൊക്കെ പറയാം. അല്ലാതെ അടിച്ചു വരുന്ന ആള് എന്ന് പറയാൻ പാടില്ലല്ലോ. അല്ല, വിളിയിലൊരു സംഗതി ഇല്ലേ, ഇതിന്റെ യോഗ്യത എന്താണ് എന്ന് വിളി തെളിയിക്കും. മനസ്സിലാവുണ്ടോന്നാവോ? വിളിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ മിഅറാജ് ഉണ്ടായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ എങ്ങനെയാ പറഞ്ഞത്? സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. കൊണ്ടോയതിന്റെ കാരണം എന്താന്ന് അതിലുണ്ട്. എന്താ കാരണം? അബ്ദിയത്താണ് കാരണം. മനസ്സിലാവുണ്ടായിരിക്കും. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബി റസൂലിഹി എന്നല്ല, ബി നബിഹി എന്നല്ല, ബി മുഹമ്മദിൻ എന്നല്ല. പിന്നെ പറഞ്ഞത് എന്താണ്? ബി അബ്ദിഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൊണ്ടുപോയതിന്റെ കാരണം അബ്ദിയത്താകുന്നു. വിളി അങ്ങനെയാണ്. ഒരാളെ വിളിക്കുമ്പോ ആ വിഷയത്തോട് ചേർത്ത വിളിയാണ് വിളിക്കുക. ഇങ്ങനെ എല്ലാ വിളികളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ആ വിഷയത്തോട് യോജിപ്പിച്ചുകൊണ്ട് വിളിക്കും. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തിന് വിളിക്കുമ്പോ ഇർഫഅ യാ മുഹമ്മദ്, മുഹമ്മദേ തല ഉയർത്തു എന്നാണ്. മുഹമ്മദീയത്താണ് ശഫാഅത്തിന്റെ കാരണം, അല്ലാതെ റിസാലത്തുൻ നുബുവത്തും അല്ല. റിസാലത്തുൻ നുബുവത്തും 40-ന് ശേഷമാണ്. അതിന്റെ 40 കൊല്ലം മുമ്പ് മുഹമ്മദിയത്തുണ്ട്. 40 വയസ്സിന് മുമ്പുള്ള മുഹമ്മദിന് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നോ എന്ന് ഒരാൾ പറഞ്ഞാൽ ഈ ദീനിന്റെ ഗേറ്റിന്റെ അപ്പുറത്തുകൾ പോകുവാന്. അതാണ് ഇർഫഅ യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നതിന്റെ കാരണം. മാത്രമല്ല, നുബുവത്തും റിസാലത്തും നമ്മളിലേക്ക് ബന്ധപ്പെടുന്നു. മുഹമ്മദീയത്ത് എല്ലാ പ്രവാചകന്മാരിലേക്കും ബന്ധമുണ്ട്, മുൻകാല ഉമ്മത്തികളിലേക്കും ബന്ധമുണ്ടതിന്. അതുകൊണ്ട് മുഹമ്മദീയത്തിനെയാണ് വിളിക്കുന്നത് ഇർഫഅ യാ മുഹമ്മദ്.
മുഹമ്മദിന്റെ ജന്മദിനാണ് റബീഉൽ അവ്വൽ 12. നുബുവത്തു റിസാലത്ത് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ്. എന്തേ വേറുള്ളവരൊന്നും നബിനെ ജന്മദിനം ആഘോഷിക്കണില്ല, മുഹമ്മദിന്റെ മാത്രം ആഘോഷിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദിനെയാണ് ശഫാഅത്തിൽ വിളിക്കണതേ. ഇർഫ റസ്ക യാ മുഹമ്മദ്, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തു, സൽ തുഅത, ആവശ്യം എന്താണെങ്കിൽ ചോദിച്ചോളി തരാമല്ലോ എന്ന്. 40 വയസ്സിന് ശേഷം പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം ഹറാമാക്കാൻ പോകുന്ന ഒരു കാര്യവും 40-ന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. 40-ന് ശേഷം ഹറാമായേക്കാവുന്ന ഒരു കാര്യവും 40-ന് മുമ്പ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല എന്നതാണ് നബി തങ്ങളുടെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഖലിയായി സ്നേഹിച്ചാൽ പോരാ, ത്വബഈയായി തന്നെ സ്നേഹിക്കണം. സ്നേഹിക്കണ്ടെന്ന് വിചാരിച്ചാലും സ്നേഹിക്കാതിരിക്കാനായിട്ട് കഴിയണില്ല. അങ്ങനെ ഉണ്ടാവണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ ക്രയവിക്രയങ്ങളും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് വരും. അതാണ് സഹാബത്തിനുണ്ടായത് റളിയല്ലാഹു അൻഹു. അവർക്ക് അത്രയും താല്പര്യമായിരുന്നു. ആ താല്പര്യം കൊണ്ടാണ് അവർ വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. ലോക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ എല്ലാ വിജയങ്ങളും അങ്ങനെയാണ്, എല്ലാ നിലനിൽപ്പുകളും അങ്ങനെയാണ്. ആദ്യമായി കഅബ പണിയുന്നത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ് മലക്കുകളാണ്. രണ്ടാമതായി കഅബ പണിയുന്നത് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും കൂടിയാണ്. ആദം നബി അലൈഹിസ്സലാമിനോ അല്ലെങ്കിൽ അതിന്റെ മുമ്പോ മലക്കുകൾ ഉണ്ടാക്കിയ കഅബയെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കിങ്ങാണ്ട് അല്ലാഹു തആല പൊളിച്ചു. അള്ളന്നെ പൊളിച്ചത്. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ കാണില്ല, ചില സ്ഥലം മാത്രം ഇങ്ങനെ വെള്ളം കയറാതെ നിൽക്കണം. പൊളിച്ചാൻ കരുതിയിട്ടില്ലെങ്കിൽ അതേമാതിരി കട്ടിയാൽ മതിയായിരുന്നല്ലോ. പൊളിച്ചു. നൂഹ് നബിന്റെ കാലത്ത് അള്ളാഹ് പൊളിച്ചു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവും അനുയായികളും വന്നപ്പോ അബാബീൽ പക്ഷികളെ ഉപയോഗിച്ചുകൊണ്ട് പൊളിക്കാൻ വന്നവരെ അല്ലാഹു തആല പൊളിച്ചണ്ട് വിട്ടു. എന്താ രണ്ട് കഅബയും തമ്മിലുള്ളൊരു വ്യത്യാസം? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബ ഉണ്ടാക്കിയിട്ട് ഒരു വർത്താനം പറഞ്ഞു, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലാ, പടച്ചോനെ ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു റസൂൽ വരാനാണ് ഞാൻ ഈ പണിയെടുക്കുന്നത് എന്ന് പറഞ്ഞു. ആ റസൂൽ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇതാണ്, മുഹമ്മദ് നബിക്ക് വരാനാണ് കഅബ ഉണ്ടാക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു എന്നുള്ളതാണ് പൊളിക്കാൻ സമ്മതിക്കാൻ്റെ കാരണം. എന്തിനാണ് കുടിയിരിക്കലിന് മങ്കൂസ് മൗലിദ് ഓതുന്നത് എന്നതിന്റെ ഉത്തരമാണത്. എന്തിനാണ് ബാഫഖി തങ്ങൾ മങ്കൂസ് മൗലിദ് ഓതിങ്ങാണ്ട് ഹജ്ജിന് പോയത് എന്നതിന്റെ ഉത്തരമാകുന്നു അത്. ഒരു വിഷയത്തിന്റെ മുമ്പിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെച്ചാൽ അത് പരാജയപ്പെടൂല. ദുന്യാവ് അങ്ങനെയാണ്, ആഖിറ അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. ഇതൊരു മനുഷ്യൻ സമ്മതിക്കണം. അത് അഖലിയായി സമ്മതിച്ചാൽ പോരാ, ത്വബഈയായിട്ട് പ്രകൃതിപരമായിട്ട് തന്നെ അവൻ സമ്മതിച്ചിരിക്കണം. അപ്പോഴാണ് ഈമാനിന്റെ പരിപൂർണതയിലേക്ക് അവൻ പോകുന്നത്. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച മഹത്തുക്കൾക്ക് നമുക്ക് ഒരുപാട് ഉദാഹരണം പറയാൻ പറ്റും. ആ ഉദാഹരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു പ്രചോദനം ഉണ്ടാവണം. അങ്ങനെ ആവണമെന്ന് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമാകുന്നു അത്. അബൂബക്കർ ബിനുൽ മുജാഹിദ് എന്ന പേരായിട്ട് ഒരാളുണ്ടായിരുന്നു, അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ. ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു വലിയ അറിയപ്പെട്ട സൂഫിയാണ്. ഭൂമി സംസാരിച്ച ആളാണ് അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു. ഒരു ദിവസം മഹാനായ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സംസാരം കേട്ടു. യാ ശിബിലി കുൻ മിസ്ലി, ശിബിലിയെ എൻ്റെ മാതിരി ആയിക്കട്ടോ എന്ന് കേട്ടു. അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു 4 പ്രാവശ്യം ഇങ്ങനെ 4 വട്ടം ഇങ്ങനെ തെരഞ്ഞു നോക്കി ആരെ പോയി വർത്താനം പറഞ്ഞത്, ആരും കാണാനില്ല. വീണ്ടും നടക്കാണെന്ന് കണ്ടപ്പോ പിന്നെയും കേട്ടു, യാ ശിബിലി കുൻ മിസ്ലി, ശിബിലി എൻ്റെ മാതിരി ആയിക്കോ. തിരിഞ്ഞു നോക്കുമ്പോ ആരും കാണാനില്ല.
പിന്നെ നടക്കാൻ ഒരുങ്ങിയപ്പോൾ മൂന്നാമട്ടും കേട്ടു യാ ശിബിലി കുൻ മിസ്ലി. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കാലിന്റെ അടിയത്തെ മണ്ണാണ്. ഭൂമി സംസാരിച്ച ആളാണ് അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ദർശനടത്തും, ഒരുപാട് ആൾക്കാർക്ക് ദർശനടത്തും. ഒരു ദിവസം മഹാനവറുകൾ ദർസ് നടത്തുന്ന സ്ഥലത്തേക്ക് ഒരു പിരാന്തൻ കയറി വന്നു. അപ്പൊ ആ പിരാന്തനെ കണ്ടേക്കിന് ശിബിലി ഇമാമ് ഇരിക്കണോടത്തുനിന്ന് എഴുന്നേറ്റിട്ട് അയാളെ പോയി സ്വീകരിച്ചു കൊടുന്ന് മൂപ്പര് ദർസ് നടത്താൻ വേണ്ടി കൊടുക്കണ വിരിപ്പ് വിരിച്ചു കൊടുത്ത് അതിലിരുത്തി അദ്ദേഹം ഇങ്ങനെ അവ്യക്തമായ കുറെ സംസാരങ്ങളൊക്കെ നടത്തി. അത് കഴിഞ്ഞ് പോയപ്പോ ഒപ്പം പോയിങ്ങാണ്ട് യാത്ര അയച്ചു വിട്ടു. ഇത് കണ്ടപ്പോ ശിഷ്യന്മാര് ചോദിച്ചു, അല്ല ഇമാം അവറുകളെ, ഗുരുവര്യരെ, എന്താ ഈ പരിപാടി എന്ന് ചോദിച്ചു. എന്താ ഇയാൾ എങ്ങനെയൊക്കെ കാട്ടുന്നത് എന്ന് ചോദിച്ചു. ബഗ്ദാദുകാർ ഇദ്ദേഹത്തിന് പിരാന്താണ് എന്നാണല്ലോ പറയാറുള്ളത്. പിന്നെന്താ മൂപ്പരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഇടപാട് എന്ന് ചോദിച്ചു. അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതേ ചോദ്യം ഞാൻ ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്. ഞാനിതൊരിക്കൽ നബി തങ്ങളോട് ചോദിച്ചു, ഇതേ ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യം. ഒരു ദിവസം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. സഹാബത്തിന് ദർശനത്താണ്. അബൂബക്കർ, ഉമർ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എല്ലാവരും ഉണ്ട്. നല്ല ദർസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ ആൾ അവിടെ വന്നു. ഇപ്പൊ വന്ന ആള് അവിടെ വന്നു. അയാളെ കണ്ടേക്കിന് നബി തങ്ങൾ എഴുന്നേറ്റു, വഴിയിൽ പോയി സ്വീകരിച്ചു കൊണ്ടുവന്നു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരിപ്പ് കൊടുത്തു, അതിലിരുന്നു. അയാൾ എഴുന്നേറ്റ് പോകുമ്പോൾ കൂടെ പോയി യാത്രയാക്കുകയും ചെയ്തു. അയാൾ പോയതിനു ശേഷം ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അതഫഅലു ഹകദാ ബിഹാദാ വഅഹ്ലു ബഗ്ദാദിൻ യഖൂലൂന ഇന്നഹു മജ്നൂൻ. എന്താ നബിയെ ഇയാൾ അങ്ങനെയൊക്കെ കാട്ടുന്നത്? ബഗ്ദാദുകാർ ഇദ്ദേഹത്തിന് പിരാന്താണ് എന്ന അഭിപ്രായമാണല്ലോ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ എന്നോട് പറഞ്ഞു, ശിബിലിയെ, ഇങ്ങക്ക് അയാൾ അറിയോ? ഖുർആനില് ഇന്റെ പേരുള്ള ഒരായത്തുണ്ട്. ആ ആയത്ത് ഇദ്ദേഹം ദിവസവും ഒരു പ്രാവശ്യം ഓതാറുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു എന്ന് അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു. ഇത് തോന വേണ്ട, ഇത് തോനൊന്നും വേണ്ട, അത് കുറച്ചുണ്ടായാൽ മതി. അത് ജീവിതത്തിന്റെ വലിയ വിജയമാണ്. ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് യാത്ര പോയി. എവിടുക്കാന്നൊന്നും ഇല്ലാതെ പോവുകയാണ്. മൂപ്പര് പ്രഖ്യാപിച്ചു, ഞാൻ പോവുകയാണ്, എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ കഴിയൂല, ഉറക്കം വരുന്നില്ല. എല്ലാവരും പറഞ്ഞു, നിങ്ങൾ പോകരുത് പറഞ്ഞു, നിങ്ങൾ പോകരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ ഖത്താബ് പറഞ്ഞു, എല്ലാവരും അല്ല ഞാൻ പോകുന്നു പറഞ്ഞു. അങ്ങനെ കുതിരപ്പുറത്ത് കയറി മദീനയുടെ അതിർത്തി വരെ ആളുകൾ യാത്ര അയച്ചു എന്നാണ്. നാട് വിട്ടു പോണ ആളെ യാത്ര അയക്കൽ അപൂർവേ ഉണ്ടാവുള്ളൂ. ഒരാൾ നാട് വിട്ടു പോകുകയാണെങ്കിൽ യാത്ര അയക്കുക എന്നുള്ളത് അപൂർവമാണ്. അതുണ്ടായി ബിലാൽ റളിയല്ലാഹു അൻഹുവിന്. മദീനയുടെ അതിർത്തിയിൽ എത്തിയപ്പോ മൂപ്പര് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് കുതിരനെ തിരിച്ചു വിട്ടാണ് നടന്നു. എവിടുക്കാന്നൊന്നുമില്ല, അങ്ങനെ നടന്ന് പോയി കൂഫയിലെത്തി. അവിടെ നിന്ന് പെണ്ണെട്ടി പാർത്തു. എന്താ പെണ്ണെട്ടി പാർക്കാരന? ഇനി മടക്കമേയില്ല. കല്യാണം കഴിച്ചിട്ട് അവിടെ വീട് വെച്ച് താമസിച്ചു. കൂഫക്കാര് സ്വാഭാവികമായും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നേതാവാക്കി. സഹാബിയാണല്ലോ, സ്വാഭാവികമായിട്ട് പോലെ നേതാവാക്കും. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ബിലാൽ പോലെ ആ നാട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ബിലാലിനോട് അഭിപ്രായം ചോദിച്ചേ ചെയ്യുള്ളൂ റളിയല്ലാഹു അൻഹു. സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നില്ല. മഹാനവർക്ക് വരാൻ കഴിയുമായിരുന്നില്ല. ചരിത്രം പറയുന്നത് ആകെ 2 തവണ ഒന്ന് വന്നുപോയി. ഒരു പ്രാവശ്യം ഒന്ന് വന്നുപോയി. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോ എല്ലാരും കൂടി വാങ്ങൊടുക്കാൻ പറഞ്ഞു. കേട്ടില്ല, സ്വീകരിച്ചതേയില്ല. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളൊരു വാങ്ങൊടുക്കിയായിരുന്നു. അപ്പൊ നബി തങ്ങളോടുള്ള ഇഷ്ടം കാരണം തങ്ങന്മാര് പറഞ്ഞാൽ പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് എഴുതിയിട്ടാണ് വാങ്ങൊടുത്തത്. പക്ഷെ ആ വാങ്ക് മുഴുവനാക്കാൻ വഅശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയാൻ കഴിയാതെ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ബോധം കെട്ടു. മടങ്ങി കൂഫയിലേക്ക്. മഹാനവറുകൾക്ക് രോഗം പിടിപെട്ടു. മഹാനവറുകൾ മരണത്തിന്റെ ലക്ഷണം കാണിക്കാൻ തുടങ്ങിയപ്പോൾ കൂഫക്കാർ മൊത്തത്തിൽ കരഞ്ഞു.
ബിലാൽ റളിയല്ലാഹു അൻഹു മാത്രം ചിരിച്ചു. എല്ലാവരും നിലവിളിച്ചപ്പോൾ മൂപ്പര് ചിരിച്ചു. ഭാര്യ കരഞ്ഞു. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ സഹധർമ്മിണി, ഇത്രയും കാലം ഞാൻ ആരെ കാണാത്തതിലാണോ വിഷമിച്ചിരുന്നത്, ആ വിഷമം ഇന്നത്തോടുകൂടെ തീരുകയാണ്. ഇജ്ജ് കരഞ്ഞോ? ഞാൻ ചിരിക്കുകയാണ് പറഞ്ഞാണ്ട് മൂപ്പര് ചിരിച്ചു വഫാത്തായി. ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. ഇഷ്കിൻ്റെ അത്ര മധുരമുള്ള വേറൊരു സാധനവുമില്ല. അതുള്ള എല്ലാ ആളുകളും വിജയിച്ചിട്ടുണ്ട്. സഹാബത്തിൽ നിന്ന്, താബികളിൽ നിന്ന്, തബഉ താബികളിൽ നിന്ന് നിങ്ങൾ എടുത്താൽ അതിൻ്റെ മാതൃക നമുക്ക് ഒരുപാട് കാണാൻ വേണ്ടി പറ്റും. ഒരു മനസ്സറിഞ്ഞ സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. ഒരു മനസ്സറിഞ്ഞ സ്വലാത്ത്. താബികളിൽ പ്രസിദ്ധനായിരുന്ന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു പെണ്ണ് ഒരിക്കൽ ഹസനുൽ ബസരിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു മോളുണ്ടായിരുന്നു, ആകെ ഒരു മോൾ തന്നെ ഉള്ളൂ, അവൾ മരിച്ചു. എനിക്ക് ഓളൊന്ന് ഉറക്കത്ത് കാണണം, അതിന് നിങ്ങളൊന്ന് ഒരു വഴി എന്തേലും പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അതിൽ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു മരിച്ചുപോയ മോളെ ഉറക്കത്ത് കാണാനുള്ള എന്തോ ഒന്ന് ചെല്ലാൻ പറഞ്ഞു കൊടുത്തു. മകളൊന്നെനിക്കുണ്ടായിരുന്നു മരിച്ചുപോയി, അവളൊന്നെനിക്കിനി കാണണം സ്വപ്നത്തിലായി, അതിനുള്ള വഴിയും താങ്കളിൽ നിന്നാണ്, കിട്ടേണ്ടതും അതു തേടി വന്നവളാണ്. ചില പാട്ടാണ് പാടിയ സെനത് മുത്തസിലാവും. അങ്ങനെയുള്ള ഇനി എവിടെയാ അത് പറഞ്ഞു എന്ന് ചോദിക്കൂല, അതിന് വേണ്ടിയിട്ടാണ് പാട്ട് പാടുന്നത്. അങ്ങനെയുണ്ട്, ചില പാട്ട് പാടിയ അങ്ങനെ ഉണ്ടാവും. മകളൊന്നെനിക്കുണ്ടായിരുന്നു മരിച്ചുപോയി, അവളൊന്നെനിക്കിനി കാണണം സ്വപ്നത്തിലായി, അതിനുള്ള മാർഗം താങ്കളിൽ നിന്നാണ്, കിട്ടേണ്ടതും അതു തേടി വന്നവളാണ്. എന്തോ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. മുപ്പത്തിയേഴ് പോയി അത് ചെയ്തു. ഉറക്കത്തിൽ മോളെ കണ്ടു നോക്കുമ്പോ കയ്യും കാലും ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നു. കയ്യും കാലൊക്കെ ചങ്ങലക്കിട്ട് പൂട്ടിയിട്ട് അതാബിലാണ്. കാണേണ്ടിയിരുന്നില്ലാന്നായി. പിറ്റേന്ന് വന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കണ്ടു, കാണേണ്ടിയിരുന്നില്ലാന്നായി, എൻ്റെ കുട്ടി വലിയ അതാബിലാണല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനും സങ്കടായി. മഹാനവറുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. പിറ്റേന്ന് ഈ പെണ്ണിനെ ഹസനുൽ ബസരി സ്വപ്നത്തിൽ കണ്ടു. ഈ മകള് മരിച്ചു എന്ന് പറഞ്ഞ ആ മകളെ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കണ്ടു. വലിയൊരു കിരീടമൊക്കെ വെച്ചിട്ട് സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് സ്വപ്നത്തിൽ കണ്ടത്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എനിക്ക് ഇത്ര വലിയ ദർജ കിട്ടാൻ എന്തേ കാരണം? അയിലാ പെണ്ണ് പറഞ്ഞു, കിടക്കുന്ന മഖ്ബറ തൊട്ടടുത്തു നടന്നുപോയി ആരോ ഒരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്തതായി. കിടക്കുന്ന മഖ്ബറ തൊട്ടടുത്തു നടന്നുപോയി ആരോ ഒരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്തതായി. അതിൽ പെട്ടി ഞാനും വന്നു കിട്ടി നജാത്ത്. സുഹൃത്തുക്കളെ അത് കൊണ്ട് ചൊല്ലു സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ബറിന്റെ അടുത്ത് കൂടെ ഒരാൾ നടന്നു പോയപ്പോൾ ഒരു സലാത്തില്ലേ, അതാണ് എല്ലാവർക്കും കിട്ടിയപ്പോൾ എനിക്കും കിട്ടി. അങ്ങനെ എൻ്റെ എല്ലാ അദാബുകളും തീർന്ന് എനിക്ക് സ്വർഗത്തിലെ കിരീടം ധരിപ്പിക്കപ്പെട്ടു എന്ന് ആ പെണ്ണ് സയ്യിദുന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഒരു മനസ്സറിഞ്ഞ ഒറ്റ സ്വലാത്ത് മതി രക്ഷപ്പെടാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധമുള്ള എല്ലാം രക്ഷപ്പെടും. നബിതങ്ങളുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് രക്ഷപ്പെട്ട എല്ലാ ആളുകളും രക്ഷപ്പെട്ടത്. ഹല്ലുക്കും ഫിദ്ദുന്യാ ഇയ്യായ വഹല്ലി ഫിദ്ദുന്യാ ഇയ്യാകും ഹബീബുനാ റസൂലുള്ളാഹി. ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലൂടെ ചെരുപ്പ് ധരിച്ച് നടക്കാറുണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയിൽ മൂത്രമൊഴിക്കാറുണ്ടായിരുന്നില്ല.
താൻ മരണപ്പെടാൽ മറവ് ചെയ്യാനുള്ള സ്ഥലം നേരത്തെ നിശ്ചയിച്ചിട്ട് ആ സ്ഥലത്ത് പോയിരുന്ന് 40,000 ഹത്തം തീർത്ത ആളാണ് അബൂ ഹനീഫ ഇമാമ്. മഹാനവറുകളുടെ ഖസീദത്തുൻ നുഅ്മാനിയ എന്നൊരു കാവ്യമുണ്ട്, മദ്ഹുൻ നബി കാവ്യം. അതിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, അള്ളാന്റെ റസൂലേ, സാധുവായ അബൂ ഹനീഫക്ക് നിങ്ങളോടുള്ള ഇഷ്ടമല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ, അതുകൊണ്ടില്ലെങ്കിൽ ഞാൻ ആകെ കഷ്ടപ്പെട്ടു പോകും, നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന്. അതുകൊണ്ട് നമ്മുടെ ഏക പ്രതീക്ഷ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും കൈയൊഴിയാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാകുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ കൈയൊഴിയും, ഉമ്മ കൈയൊഴിയും, എല്ലാവരും കൈയൊഴിയും. പാലത്തിന്റെ അടുക്കൽ അവസാനത്തെ മനുഷ്യനും കടന്നു പോകുന്നതുവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കി നിൽക്കും. അപ്പോഴാണ് വിശ്വസിച്ച കുറച്ച് ആൾക്കാർ നരകത്തേക്ക് വീണിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടുക. നേരെ അങ്ങോട്ട് പോകും, രണ്ടാമത്തെ ശഫാഅത്ത് നടക്കും. എന്നാ നബിയെ വിശ്വസിച്ച ആൾക്കാരൊക്കെ മോചിപ്പിച്ചോളി എന്ന് പറയും. മുഖത്ത് ഈമാനിന്റെ പ്രകാശം കാണുന്ന മുഴുവൻ ആളുകളെയും നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്കാക്കിയതിന് ശേഷം മാത്രമാണ് ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നത്. അവസാനത്തെ ആളെ മോചിപ്പിച്ചിട്ട്. ശഫാഅത്ത് ഇല്ലെങ്കിൽ മനുഷ്യന് ഏറ്റവും വലിയ പരാജയമായി. ശഫാഅത്താണ് നമ്മുടെ ഏക പ്രതീക്ഷ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, കണ്ണില്ലാത്തവന് കാഴ്ച ഉണ്ടാവാനല്ല കണ്ണട. കണ്ണില്ലാത്തവന് കാഴ്ചയുണ്ടാവാനല്ല കണ്ണട. കുറഞ്ഞ കാഴ്ചയുള്ള ആൾക്ക് നല്ലോണം കാണാനാണ് കണ്ണട. ഒരു യോഗ്യതയും ഇല്ലാത്തവർക്ക് സ്വർഗം കിട്ടാനല്ല ശഫാഅത്ത്, യോഗ്യതയുള്ളവർക്ക് സ്പീഡാകാനാണ് ശഫാഅത്ത്. അതുകൊണ്ട് ശഫാഅത്തിന്റെ യോഗ്യത നമ്മൾ ഇവിടെ നിന്ന് നേടിയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നിസ്സാരമായി കാണുന്ന ദുആ ബാങ്കിന്റെ ശേഷമുള്ള ദുആയിരിക്കും. എന്താ കാരണം? അത് ചൊല്ലിയാൽ വജബത്ത് ലഹു ശഫാഅത്തി എന്നാണ്. ശഫാഅത്ത് നിർബന്ധമാവുന്ന ദുആയാണത്. അതുകൊണ്ട് നമുക്ക് നിസ്സാരമായി തോന്നും. അതുകൊണ്ട് ശഫാഅത്തിനെ നിർബന്ധമാക്കുന്ന അമലുകളിലേക്ക് നമ്മൾ മുന്നിടണം. നമ്മുടെ ഖൽബിയായ സ്നേഹത്തിനപ്പുറം തബഈയായ സ്നേഹത്തിലേക്ക് നബി തങ്ങളോടുള്ള സ്നേഹം പോകണം. അവർക്ക് മുമ്പിൽ ദുനിയാവും ആഖിറും ഒക്കെ പരാജയപ്പെടും. ബഹുമാനപ്പെട്ട സയ്യിദുനാ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 500 റൗള ഷരീഫ് തുറന്ന് കൈ കൊടുത്തിട്ടുണ്ട്. വെളിയങ്കോട് ഉമർ ഖാലിക്ക് റൗള തുറന്ന് സലാം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഹിജ്റ 500 റൗള ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് കൈ നീട്ടി കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം വീടിന്റെ മുമ്പിൽ നിന്ന് ദേശം മണ്ണെടുത്തുങ്ങാണ്ടാണ് ചുംബിച്ചു ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു. മുത്തി. ആളുകൾ ചോദിച്ചു, ഇതെന്താ മുറ്റത്തുനിന്ന് മണ്ണെടുത്ത് മുത്തുന്നതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാൻ മുറ്റത്തെ മണ്ണല്ല മുത്തിയത്, ഞാനിവിടെ നിന്ന് എടുത്തുങ്ങാണ്ട് മുത്തിയിലെ മണ്ണ്, ആ മണ്ണ് അതിന്റെ അപ്പുറത്തെ മണ്ണുമ തൊട്ടുങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ മണ്ണ് അതിന്റെ അപ്പുറത്തെ മണ്ണുമ തൊട്ടിട്ടാ നിൽക്കണത്. അത് അതിന്റെ അപ്പുറത്തേമ തൊട്ടിട്ടുണ്ട്. അങ്ങനെ അത് മദീനത്തെ മണ്ണുമ തൊട്ട് നിൽക്കുകയാണ്. ഇതിന്റെ ഒരു തല എന്റെ ഹബീബിന്റെ ശരീരത്തിൽ തൊട്ടിട്ടാ നിൽക്കണത്. ആ മണ്ണാണ് ഞാൻ ഈ മുത്തിയത് എന്ന് പറഞ്ഞ ആളാണ് അഹ്മദ് അൽ കബീർ റിഫായി. എങ്ങനെ തുറന്നു കൊടുക്കാതിരിക്കുക? തബഈയായ സ്നേഹം, ആ ഒരു അർത്ഥത്തിലേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവനോടെ നബി തങ്ങളെ ഹയാത്ത് കാലത്ത് തന്നെ കാണാൻ കഴിയുമെന്ന് ഷാ വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു തൻ്റെ മദീനയിലെ അത്ഭുതങ്ങൾ, മദീനയിലെ അനുഭവങ്ങൾ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇഷ്കിൽ മുന്നേറാൻ നമുക്ക് സാധ്യമാവണം. അങ്ങനെ ജീവിക്കാനും അങ്ങനെ മരിക്കാനും സാധ്യമാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇരുലോക വിജയികളിൽ ചേർത്ത് അല്ലാഹു നമ്മളെ തുണക്കട്ടെ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.